അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രൈസി അനു ജോസ് ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവം നടത്തിയ അത്ഭുതകരമായ ചില അനുഭവങ്ങൾ പ്രിയ സിസ്റ്റർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ സിസ്റ്റർ പ്രൈസി അനു ജോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം എനിക്കും സാക്ഷ്യം പറയുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് കാരണഭൂതനായ പാസ്റ്റർ ഡാനിയൽ ജോൺ, അരോമ ടിവി, അതുപോലെ തന്നെ ഡോക്ടർ ഏഞ്ചൽ എൽസ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കും ഇപ്രകാരം സാക്ഷ്യം പറയുക എന്നുള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഒരു വൃക്ഷം നട്ട് അതിന്റെ ഫലമായി കഴിയുമ്പോൾ അത് പാകമായോ എന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂല്ലോ എന്നതുപോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കർത്താവെ, ഞാൻ പറയാൻ പാകമായി എങ്കിൽ പലരും എന്നോട് പറയായിരുന്നു, സിസ്റ്റർ എന്തായാലും സാക്ഷ്യം പറയണമെന്ന്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പാകമായെങ്കിൽ എനിക്കതിന് അവസരം ഒരുക്കണം. അപ്രകാരം സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എന്റെ പേര് പ്രൈസി അനു ജോസ്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കേരളത്തിൽ തന്നെയാണ്. ഞാൻ മാരീഡ് ആണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അനു ജോസ്. ഞങ്ങൾക്ക് ദൈവം ദാനമായി 3 തലമുറകൾ നൽകി തന്നു. കേലിൻ, ജോണത്തൻ ആൻഡ് ഫെയ്ത്ലിൻ. ഇപ്രകാരം ആയിരിക്കുന്നു. ഞങ്ങള് കഴിഞ്ഞ 5 വർഷമായി UK-യിലായിരുന്നു. ഇപ്പൊ വീണ്ടും നാട്ടിലേക്ക് കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തു. എന്റെ ചെറിയ പ്രായം മുതൽ പറയുമ്പോൾ എന്റെ മാതാപിതാക്കള് ദൈവവേലയിലായിരിക്കുന്നു. പപ്പയുടെ പേര് പാസ്റ്റർ പ്രകാശ് സ്റ്റീഫൻ. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തോട് ചേർന്ന് ആയിരിക്കും ഇപ്പോൾ മീനങ്ങാടി AG ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. അതുപോലെ എന്റെ മമ്മിയുടെ പേര് ഗ്രേസ് പ്രകാശ്. എനിക്ക് 2 സിബ്ലിങ്സ് ആണുള്ളത്, നിസി ആൻഡ് ബ്ലെസൻ. അവർ 2 വിദേശത്തായിരിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഞങ്ങൾ ഇതുവരെയും നടത്തി. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പാസ്റ്റർ മകളായിട്ട് ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ ഒത്തിരി പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ, ഒരു പാഷനേറ്റിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ആ അനുഭവങ്ങളാണ് ഇന്ന് ഈ സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എന്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി പാട്ടവയിലാണ്. അതിൽ നീലഗിരി എന്ന് പറയും. ബിദർക്കാട് AG ചർച്ചിന്റെ ഭാഗമായിട്ടായിരിക്കുന്നു. അവിടെ എനിക്ക് ഡാഡി, മമ്മി, അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു മൂത്ത സഹോദരന് കുടുംബമായിട്ടുണ്ട്. അവര് ബാങ്കോക്കിലായിരിക്കുന്നു. ഇതാണ് എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം മുതൽ പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ ഔട്ട്സ്റ്റേഷൻ പ്രവർത്തനമായിരുന്നു പപ്പ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യങ്ങളിലൊക്കെ മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ ജനനം തന്നെ ഒരു അത്ഭുതമാണെന്ന് ഞാൻ പറയും. കാരണം എന്റെ മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ആഹാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസ ഭവനങ്ങളിൽ നിന്ന് ആഹാരം ആരെങ്കിലും കൊടുക്കും. അന്ന് എല്ലാവരും തന്നെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ സഹായങ്ങളോ സപ്പോർട്ട്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് എന്റെ ജനനം ഉണ്ടായിരുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ പലപ്പോഴും സീസണലായിട്ടുള്ള മാങ്ങ ഉണ്ടാവും വീടിന്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന, അതൊക്കെയായിരുന്നു വല്ലപ്പോഴും കിട്ടിയിരുന്ന ആഹാരം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കണ്ടു മെനഞ്ഞു എന്ന് പറയുന്ന പോലെ എന്റെ ഓരോ ആഴ്ചകളും മാസങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങൾ സുരക്ഷിതമായിരുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ഞാൻ ജനിച്ചപ്പോൾ ഒന്നിനും ഒരു പോരായ്മ ഇല്ലാതെ വണ്ണം എന്റെ സഹോദരങ്ങളൊക്കെ ആയിരുന്ന സാഹചര്യത്തെക്കാളും അന്ന് കുറേയൊക്കെ ആഹാരമൊക്കെ കഴിക്കാനുണ്ടായിരുന്ന കാലഘട്ടത്തില. പക്ഷെ ഞാൻ ഉണ്ടായ സമയത്ത് എനിക്ക് 4 കിലോയായിരുന്നു. ഇന്ന് ഞാൻ UK-യിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സാഹചര്യങ്ങളിലൊക്കെ എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ആഹാരം കഴിക്കാനുണ്ടായിട്ട് പോലും അവരാരും എന്റെ കർത്താവ് എനിക്ക് സെറ്റ് ചെയ്ത ആ ബാറ് മറികടക്കാനിട വന്നിട്ടില്ല. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയൂ. അത് ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായി പറയാൻ കാരണമായി തീർന്നല്ലോ. ദൈവം അങ്ങനെ അപ്രകാരം നടത്തി. ഈ ചെറിയ പ്രായത്തിൽ ഒത്തിരി അസുഖങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്, മാരകമായ അസുഖങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കർത്താവ് എന്നെ വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം കരുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു വലിയ ആവറേജ് ആയിട്ടുള്ള വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നില്ല. ചില വിഷയങ്ങൾക്കൊക്കെ എന്തായാലും ഒത്തിരി മാർക്ക് ഉണ്ടാവും. എന്നാൽ ചിലതിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് പോലെ ആയിരുന്നു. പക്ഷെ എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ക്ലാസ്സിൽ മുതിർന്ന് നന്നായി പഠിച്ചു വളർന്നു വരണമെന്ന്. ആ സാഹചര്യങ്ങളിലൊക്കെ സൺഡേ സ്കൂൾ ക്യാമ്പിനും യൂത്ത് ക്യാമ്പിനും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അന്ന് കേൾക്കുന്ന അനുഭവങ്ങളും
അതേപോലെ അന്ന് ഓരോ ദേവദാസന്മാർ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ഒത്തിരി പ്രയോജനമായിട്ടുണ്ട്. അപ്പൊ ദൈവസ്ഥലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാനൊക്കെ അന്ന് മുതൽ ഇട വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാം, ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് ഹിന്ദുവായി തുടരുന്നു, അല്ലെങ്കിൽ മറ്റു ഏത് മതമായിക്കോട്ടെ, അപ്പനും അമ്മയും അങ്ങനെ ആയിരുന്നത് കൊണ്ട് നമ്മൾ അതേ മതത്തിൽ തുടരുന്നവരെ. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മള് പേരൻസ് പെന്തക്കോസ്ത് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തുടരുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാനും പാഴ്സനേജിന്റെ അവസ്ഥകൾ ഇതിനകത്ത് ജനിച്ചു വളർന്നു. ഒരു ദൈവസഭയിലും ദേവദാസിന്റെ മകളായി ജനിച്ചു വളർന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ പാപങ്ങളും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തയിൽ ജീവിച്ച് പോരുകയുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ദൈവത്തെ അനുഭവിച്ച് രുചിക്കുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം പഠിക്കത്തൊന്നുമില്ലായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സാഹചര്യങ്ങളിലൊക്കെ എനിക്കറിയാം, കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒന്നെങ്കിൽ ചില പിള്ളേർക്ക് ഒത്തിരി പഠിക്കും, പക്ഷെ അത് പേപ്പറിലോട്ട് എഴുതാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി പഠിച്ചാലും ചിലപ്പോൾ കൈയക്ഷരം അത്ര പ്രോപ്പർ ആവണമെന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ കൈയക്ഷരം വളരെ മോശമായിരുന്നു ആദ്യം, എന്റെ കൈയക്ഷരം നന്നായി എഴുതുവാൻ എനിക്ക് കൃപ തരണം. അതുപോലെ തന്നെ എനിക്ക് പഠിച്ചത് ഓർത്തു വെക്കുവാനും അത് നന്നായി എഴുതേണ്ട രീതിയിൽ എഴുതുവാനും കൃപ തരണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തുടങ്ങിയതിനു ശേഷം കർത്താവ് എനിക്ക് ആ 2 സ്കില്ലും, റൈറ്റിംഗിലുള്ള സ്കില്ലും അതുപോലെ എഴുതുവാനും ഓർത്തെടുത്ത് വെച്ച് എല്ലാം പ്രോപ്പറായിട്ട് എഴുതുവാനുള്ള കൃപ എന്റെ ചെറിയ പ്രായത്തിൽ എടുത്തു പറയത്തക്ക ഒരു അനുഭവമായിട്ട് തന്നിട്ടുണ്ട്. പലപ്പോഴും ടീച്ചേഴ്സ് ഒക്കെ പേപ്പേഴ്സ് ഒക്കെ ലാസ്റ്റ് വിതരണം ചെയ്തിട്ട് എന്റെ പേപ്പേഴ്സ് എടുത്ത് സാമ്പിൾ ആയിട്ട് കാണിക്കാറുണ്ട്, ഇങ്ങനെ വേണം എഴുതാനെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. അതോടൊപ്പം തന്നെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ പത്രത്തിലൊക്കെ പേര് വരണം, പിന്നെ പേരും ഫോട്ടോയും ഒക്കെ വരണം. അപ്പൊ സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെക്കുമ്പോൾ പറയും, ഓക്കെ, നീ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ഒബിറ്ററി ആയിട്ട് വരുമായിരിക്കും, ചരമകോളത്തിൽ വരും, അല്ലാതെ എങ്ങനെ വരാനാ? കാരണം ഞാൻ അത്ര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല ആ സാഹചര്യത്തില്. പക്ഷേ ഞാൻ ഇന്ന് ഓർമ്മയുണ്ട്, കോടഞ്ചേരിയിലായിരുന്ന സമയത്താണ് അന്ന് ആ ചർച്ചിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് അവിടുത്തെ വരാന്തയിൽ കിടക്കുന്ന മലയാള മനോരമയുടെ പത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ അതിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താപ്പച്ച എന്റെ പേര് വരണം. അങ്ങനെ ദൈവത്തിന്റെ കരുണയാല് വേറെ ആരും ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും മറ്റാർക്കും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരുണയാല് ഒരു 5-6 തവണ അധികമായിട്ട് പത്രത്തിൽ പിന്നെ പല സാഹചര്യത്തിലായിട്ട് എന്റെ പേര് വരുവാനൊക്കെ കർത്താവ് ഇട വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നത്, ഒരു പാസ്റ്റർ മകളായിട്ട് ആയതുകൊണ്ട് തന്നെ എന്റെ പപ്പ ശുശ്രൂഷിച്ച എല്ലാ ദൈവസഭകളെയും അവിടെയുള്ള ദൈവജനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഞങ്ങളുടെ വളർച്ച അവരുടെ മുമ്പിലായിരുന്നു. അപ്പം വളർച്ചയുടെ ഭാഗമാകുവാൻ അവരും കാരണമായി തീർന്നിട്ടുണ്ട്. ഒത്തിരി സഹകരിച്ച ദൈവജനമുണ്ട്. പ്രത്യേകിച്ച് പുതുപ്പാടി AG ചർച്ച്, അവിടെയായിരുന്നു ഞങ്ങളുടെ ആദ്യ സമയങ്ങളൊക്കെ. അന്നൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ചർച്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഒരു സ്മോക്ക് ഹൗസിലായിരുന്നു. അപ്പൊ അവിടെ അതായത് റബ്ബർ ഷീറ്റ് ഒക്കെ ഇതാക്കുന്ന ഒരു സ്ഥലം, അവിടെ തന്നെ ഇരുണ്ട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ പലതിന്റെ ശല്യങ്ങളൊക്കെ, മൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിലും ഒരു ദിവസം എന്റെ ചേച്ചി അവിടുന്ന് ഒന്ന് വീണ് തോളൊക്കെ പൊട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു ഒരു അച്ചായൻ, കുഞ്ഞുവഞ്ചായൻ എന്ന് പറയും, വന്ന് കണ്ട് ഞങ്ങൾക്ക് അവരുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു 2 മുറി പണിത് തന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് കർത്താവ് കരം പിടിച്ച് നടത്തി. പല അഭിപ്രായങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്ന വിശ്വാസികളുണ്ട്. അതുപോലെ തന്നെ എന്തിനാ പാസ്റ്റർമാരുടെ മക്കൾ എന്തിനാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാവർക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ഞങ്ങള് പല സഭകളിലായിരുന്നു, ആ സാഹചര്യങ്ങളായിരുന്നപ്പോഴും ഒത്തിരി സപ്പോർട്ടീവ്. എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് പാലാങ്കര AG ചർച്ച് എന്ന് പറയും. അവിടെയുള്ള ദേവദാസന്മാരോടുള്ള കരുതൽ എനിക്ക് പലപ്പോഴും പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. കാരണം അവര് നമുക്ക് പിന്നെ ദേവദാസിനുള്ള എല്ലാ പ്രൊവിഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതിലും, അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ കൂട്ടായ്മ കാണിക്കുന്നതിലൊക്കെ വളരെ പ്രത്യേകത തോന്നിയിട്ടുണ്ട്. പല ദേവസഭകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും അതിലൊരു ഇച്ചിരി നമ്മള് പൗലോസൊക്കെ ലേഖനം എഴുതുമ്പോൾ നിങ്ങളുടെ വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെ ആ ദേവസഭ ഞങ്ങളോട് കാണിച്ചത് വളരെ വലിയ സ്നേഹം. അതിന് ഞാൻ നന്ദിയോട് പറയുന്നു. മറ്റു സഭകളൊക്കെ കരുതിയില്ലെന്നല്ല, അവരുടെയും കരുതലുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക. ആ സാഹചര്യങ്ങൾ കർത്താവ് നടത്തി. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ കർത്താവ് കൂടിയിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം പറയുവാണെങ്കിൽ, പപ്പ ഒരു പുതിയ മണ്ടൂരായിരുന്ന സാഹചര്യത്തില് ഒത്തിരി അന്യമതസ്ഥരായിട്ടുള്ള ഒരു കർത്താവിനെ അറിയാനിട വന്നു. അപ്പോൾ പപ്പയുടെ ജീവന് പോലും ഭീഷണിയായിരുന്ന സാഹചര്യങ്ങളുണ്ട്.
ആ സാഹചര്യത്തിൽ ഒരു ദിവസം എന്ത് സംഭവിക്കാം എന്നുള്ള ഒത്തിരി ജനങ്ങൾ ദൈവത്തെ അറിയാനിട വന്നു. സാഹചര്യത്തിൽ പപ്പ ഞങ്ങളെ ചർച്ചിലെ ഹാളിൽ എന്നെ എന്റെ ചേച്ചീനെയും കൊണ്ടുവന്നിരുത്തി കർത്താവിനെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു തന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് എന്തും സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇനി എന്നും നിങ്ങളുടെ അപ്പനായിട്ട് കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞ് രക്ഷാവാചകം ചൊല്ലി തരുന്നതും കർത്താവിന് അങ്ങനെ സ്വന്തം രക്ഷ അത് ഞങ്ങൾ കരഞ്ഞോണ്ടാണ് യേശുവിനെ സ്വീകരിക്കുന്നത്. കാരണം ലോകത്തിലെ അപ്പൻ ഞങ്ങൾക്ക് എന്റെ എന്നും ജീവിതത്തിൽ ഏറ്റവും മോഡലായിട്ട് ഞാൻ കാണുന്നത് എന്റെ പപ്പായെ തന്നെയാ. അപ്പം എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ. പിന്നെ കർത്താവ് പപ്പ കരം പിടിച്ച് ഏൽപ്പിക്കുന്നത് പോലെയായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തത്. പിന്നെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. പിന്നീട് അങ്ങോട്ടാണെങ്കിലും ദൈവം ഓരോ കാര്യങ്ങളും നടത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ +2 ദൈവത്തോട് ആഗ്രഹങ്ങൾ പങ്കുവച്ചപ്പോൾ മുതല് എന്റെ +2 മുതല് ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകിയെന്ന് പറയത്തക്കവണ്ണം ഞാൻ പോയിടത്തൊക്കെയും ഒന്നാമതായി പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് 2 വർഷം പഠിച്ചിറങ്ങാൻ കർത്താവ് കൃപ ചെയ്തു. ഇതെല്ലാം ഞാൻ ദൈവനാമ മഹത്വത്തിന് പറയുന്നത്. കാരണം പല കുഞ്ഞുങ്ങളും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തേക്ക് റീറൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ അവരുടെ ബുദ്ധിമുട്ടിന്റെ ഏത് പഠന വിഷയത്തിലെ ബുദ്ധിമുട്ടാണെങ്കിലും കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ അവരോട് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും നമ്മുടെ ലിമിറ്റേഷൻസ് ആണ് ദൈവത്തിന്റെ ആ ശക്തിയെ നമ്മൾക്ക് അനുഭവിക്കുന്നതിന് കാരണമായി തീർന്നത്. അപ്പൊ ഞാൻ പഠിക്കത്തില്ലായിരുന്നെങ്കിൽ എന്റെ ആ ലിമിറ്റ് അതായിരുന്നെങ്കിൽ ആ ലിമിറ്റിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പവർ ഞാൻ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെ 2014 വരെ ഞാൻ ഇപ്പം MSW കഴിഞ്ഞ് UK പോയി MEdും കഴിഞ്ഞ് പൂർത്തീകരിച്ചു. ഇത്രയും പഠിക്കാൻ കർത്താവ് കൃപ തന്നു. പല ഇന്റർനാഷണൽ നാഷണൽ കോൺഫറൻസസിലൊക്കെ പേപ്പേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. ഒത്തിരി ഭീരുവായിരുന്ന ഒരാളാ, പക്ഷെ ദൈവം മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ കർത്താവിനെ ഉപയോഗിച്ചു. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്റെ പേരൻസ് പോലും ചിന്തിച്ചിരുന്നില്ല ഞാൻ ഒരു സമയത്ത് അത്രമാത്രം പഠനത്തിന് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാ. പക്ഷെ ഒരു ദേവദാസൻ ഒരിക്കല് ഞങ്ങൾ വളരെ കഷ്ടതയിലൂടെ കോടഞ്ചേരിയിലായിരുന്ന സമയത്ത് കോടഞ്ചേരി ഏജ് സഭയുടെ ഭാഗമായി നിന്ന സാഹചര്യത്തിൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ദേവദാസൻ, ഞങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ദേവദാസൻ ബൈക്ക് ഓടിച്ചു വന്ന് ഞങ്ങളുടെ വീണ്ടും അവിടെ നിർത്തിയിട്ട് പറയുക, എന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടതാ. അന്ന് ഞങ്ങൾ വളരെ പ്രയാസത്തിലൂടെയും പപ്പയും അമ്മയ്ക്ക് ഒത്തിരി പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തില് വന്ന് 1 കിലോ അരി പോലും സാമ്പിൾ ആയിട്ട് മേടിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മൊത്തം മേടിക്കാൻ അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ് മേടിച്ചു വന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഒരു ദേവദാസൻ പരിചയമില്ലാത്ത വന്ന് നിന്ന് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ അന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് ആലോചന പറഞ്ഞ ഓർമ്മയുണ്ട്. പപ്പയോട് പറഞ്ഞു ഇവളെ പഠിക്കാവുന്നിടത്തോളം പഠിപ്പിക്കണം. കാരണം ഇവളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇവള് ഒത്തിരി പേരെ നീതിയിലേക്ക് നടത്തും, നീതി നടത്തി കൊടുക്കും, ദൈവം വിദ്യാഭ്യാസം ഉണ്ടെന്ന നിലവാരത്തിലെത്തിക്കുക. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ അതുപോലെ ഒരു ദൂത് കേൾക്കുന്നത്. അന്ന് എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് മുതല് ദൈവം പറഞ്ഞതായതുകൊണ്ട് അത് സംഭവിക്കുന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ വീണു. അതിനുശേഷമാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ +2 ഞാൻ കോടഞ്ചേരി സ്കൂളിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അന്ന് ഒരു ഉദാഹരണം കൂടെ പറയുവാണെങ്കിൽ പഠനത്തോടനുബന്ധിച്ച് എനിക്ക് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. അന്നത്തെ ബാർ എന്ന് പറയുന്നത് 94 മാർക്കായിരുന്നു. 194 എങ്ങാണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അതുവരെ ലഭിച്ചിരുന്നത്. അപ്പൊ ഞാന് അതിന്റെ പെപ്പ് വാല്യൂഷന്റെ സമയത്തൊക്കെ എന്റെ ഒരു ആഗ്രഹം ആ 100 പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആ സ്കൂളിൽ അതുവരെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എന്തോ ആ വിഷയത്തോട് ഒരു വലിയ താല്പര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ വാല്യൂഷന്റെ സമയത്തൊക്കെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ദൈവം എന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 199 ആയിരുന്നു. ഒരു പുതിയ ബാർ സെറ്റ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. അതൊരു ഉദാഹരണമായി പറയുന്നത് മാത്രം. പിന്നെ ഡിഗ്രിക്കൊക്കെ കടന്നു പോയപ്പോഴൊക്കെയും പല സമയങ്ങളിൽ കർത്താവ് ഞാൻ എക്സാംസ് എഴുതുമ്പോൾ ചിലപ്പെങ്കിൽ 15 മാർക്കിന്റെ ഒക്കെ ഞാൻ ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. പക്ഷെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ഇത് അത്ഭുതം ചെയ്തു എന്ന് പറയുമാറ് കർത്താവ് വലിയ അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ മേലുള്ള ഒരു ദൂതായിരുന്നു. പഠിക്കില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കേട്ടിരുന്ന ദൂത നിനക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ ലഭിക്കുക എന്നുള്ളത്. കർത്താവ് പറഞ്ഞതായതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അതിന്റെയൊക്കെ മഹത്വം ഞാൻ കാണാൻ ഇട വന്നിട്ട് എങ്ങനെ ദൈവം അത്ഭുതം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും ലിബറായിട്ട് മാർക്ക് കിട്ടിയതല്ല, ബാക്കി ആർക്കും അതിന് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും എന്റെ ഇതിനകത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇന്നത് വരും അല്ലെങ്കിൽ ദൈവം കാണിച്ച അവസ്ഥകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഇതെങ്ങനെ ഇവള് പറഞ്ഞതുപോലെ വന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നൊക്കെ ദൈവം അങ്ങനെ അത്ഭുതകരമായി നടത്തി. പിന്നീട് 2014 ഞാൻ MSW പൂർത്തീകരിച്ചു. അങ്കമാലിയിലാണ് ഞാൻ തൃശ്ശൂർ വിമല കോളേജ് ഡിഗ്രി പൂർത്തീകരിച്ചു. അതുപോലെ അങ്കമാലിയിൽ നിന്നാണ് ഞാൻ DPOL MSW കംപ്ലീറ്റ് ചെയ്തത്.
അതിനുശേഷം 2014 മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും വലിയ കർത്താവുമായി ബന്ധമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പോലെ ഒരു ബന്ധമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത് കർത്താവിനോട് അടുത്താ ജീവിക്കുന്നെ എന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും, പക്ഷെ ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എന്റെ സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ എന്ന ചിന്ത പലപ്പോഴും വരാറുണ്ട്. 2014 കഴിഞ്ഞു. ഞാന് IELTS ഒക്കെ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. വിദേശത്തേക്ക് പോയി. എന്റെ വലിയ ആഗ്രഹമായിരുന്നു പുറത്തു പോയി പഠിക്കണം എന്നുള്ളത്. പക്ഷെ അത് നടന്നൊന്നുമില്ല. പിന്നെ എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ ഭവനത്തിലുള്ള മറ്റു സഹോദരങ്ങളുടെ, അതായത് റിലേറ്റീവ്സിന്റെ ആയിട്ടുള്ള സഹോദരങ്ങളുടെ ഒക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞ സഹോദരങ്ങളുടെയൊക്കെ വിവാഹമൊക്കെ നേരത്തെ നടന്നപ്പോ പലരും ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഇവളുടെ മാത്രം കല്യാണം നടക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഇന്ന് ആരുടെങ്കിലും വിവാഹം വൈകുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതം എന്റെ ഉദാഹരണമാണ്. കാരണം എന്റെ ജീവിതം എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്ന ജീവിത പങ്കാളി അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ദൈവത്തിന് എല്ലാവരുടെയും ജീവിത രീതി, ഒരു വീട്ടിൽ 3 കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചെങ്കിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ മറ്റു 2 സഹോദരങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് 3 ഒരു കുടുംബമാണെങ്കിൽ 3 പദ്ധതികളാണെന്ന് തന്നെ പറയാം. അപ്പോ എന്റെ വിവാഹം വൈകിയെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ വ്യക്തിനെയൊക്കെ കർത്താവ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയും അത് വൈകിയത് എന്ന് പറയും. അങ്ങനെ ദൈവം അതെല്ലാം നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. 2017 ഞങ്ങളുടെ വിവാഹം. 2018 ആയപ്പോഴത്തേക്കും ഞാന് പ്രഗ്നന്റ് ആയി. എനിക്ക് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആദ്യത്തെ തലമുറയെ നൽകി തന്നു. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിനും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിൽക്കുന്നതിനും മെയിൻ ആയിട്ടുള്ള കാരണം എന്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു വിവാഹ ജീവിത പങ്കാളി ലഭിക്കണം, നല്ലൊരു കുടുംബജീവിതം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന അച്ഛൻ ഒത്തിരി ഇതെടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പിന്തിരിഞ്ഞു പോകുമ്പോൾ പോലും എൻകറേജ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെന്ന ഭവനം, ഡാഡിയും മമ്മിയും സഹോദരങ്ങളും കുടുംബമാണെങ്കിൽ ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗമാവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ 2018 ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ അവളെ മൂത്ത മോള് കെയിലിൻ, അവളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിനെ കുറെ കൂടെ അടുത്ത് രുചിക്കാൻ കാരണമായി തന്ന എന്റെ കുഞ്ഞിന്റെ ജനനമാണ്. അപ്പൊ എല്ലാവരെ പോലെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സാഹചര്യത്തിലൊക്കെ ഒത്തിരി സ്വപ്നങ്ങള് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, കുഞ്ഞ് ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, തലയിൽ മുടി, ഞങ്ങൾക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. അപ്പോ ഞാൻ ചിന്തിച്ചിരുന്നത് അവൾക്ക് ഒത്തിരി മുടി ഉണ്ടാവും. ഞാൻ ദുബായിലായിരുന്നു, അപ്പൊ പെൺകുഞ്ഞാണെന്നൊക്കെ അറിഞ്ഞിരുന്നു. പ്രഗ്നൻസി ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ എല്ലാവരെയും പോലെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആവുന്ന രീതിയിലൊന്നും അനുഭവിച്ചിരുന്നില്ല. 8 മാസത്തോളം ഏകദേശം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയറിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ദേവദാസൻ അന്ന് വന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് തോതു പറഞ്ഞത്, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയല്ല, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നീ ഇനി ഒരു മരണവേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും, നീയും ജീവിച്ചിരിക്കരുത്, നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോ ഒത്തിരി പ്രാർത്ഥനയോടെ ആയിരിക്കണം. അന്ന് അവിടെ കേട്ടിരുന്ന പാസ്റ്റർ കുറച്ചുകൂടി ഭീകര രീതിയിലാണ് പറഞ്ഞിരുന്നത്. അന്ന് കേട്ടിരുന്ന എല്ലാവരും പാലാങ്കരയിലായിരിക്കും, പാലാങ്കര ദേവസഭയുടെ ഭാഗമായിരിക്കും ഇവിടെ. അപ്പൊ അവിടുത്തെ വിശ്വാസികളൊക്കെ അതിനോട് പ്രാർത്ഥിക്കാനൊക്കെ ഇടവന്നു. അപ്പം പാസ്റ്റർക്ക് എന്നെ ഒട്ടും പരിചയമില്ലാന്ന്, എന്റെ ഡ്യൂ ഡേറ്റ് ഉണ്ടായിരുന്നു October 16. അപ്പം പാസ്റ്റർ എന്നോട് ഇങ്ങോട്ട് പറയും, October 16 മുമ്പ് നിന്റെ ഡെലിവറി നടക്കും. അപ്പം അത് കഴിഞ്ഞ് September 28 ആയപ്പോഴത്തേക്കും എല്ലാവരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുങ്ങി. September 28 ആയപ്പോഴത്തേക്കും ഞാൻ കട്ടിലേ തിരിഞ്ഞു കിടന്നപ്പോഴത്തേക്ക് എന്റെ ഫ്ലൂയിഡ് ബ്രേക്ക് ആയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട്, അച്ഛൻ അന്ന് ദുബായിലായിരുന്നു. പിറ്റേ ദിവസം എല്ലാം അറിഞ്ഞ് കടന്നു വന്നു. അപ്പം മരണവേദനയുടെ അവസ്ഥ ഇതൊക്കെ നേരത്തെ മുൻകൂർ പ്രിപ്പയർ ആയതുകൊണ്ട് ഞാൻ എന്തോ ഒരു പ്രയാസം വരുന്നുണ്ടെന്നുള്ളൊരു പ്രിപ്പറേഷൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഒരു അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. അവള് ജനിക്കുമ്പോ അവളുടെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ സ്കിൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തലയിലും മുടി ഒത്തിരി നെറ്റ് കയറിയിട്ടായിരുന്നു. സാധാരണ അത് ഒരു സമയം വരെ അവൾ ആൺകൊച്ചായിരുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഒത്തിരി നെറ്റ് കയറിയിട്ടായിരുന്നു. ഒരു 8 പ്രാവശ്യത്തോളം ഒരു വയസ്സിനുള്ള തലമുടി മൊട്ടയടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദൈവം അവൾക്ക് നല്ല തലമുടി കൊടുത്തിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചുണ്ടായ മുടിയാന്ന് ഞാൻ പറയും. അതുപോലെ അവൾക്ക് ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. കാല് രണ്ടും ക്ലബ് ഫീറ്റ് ആയിരുന്നു. മുട്ടിന് കീപ്പോട്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു, നിവർന്ന് വരത്തില്ലായിരുന്നു. അതുപോലെ പ്രൊജക്ടൈൽ ആയിട്ടുള്ള വോമിറ്റിംഗ്, എക്സസീവ് ആയിട്ട് ഓരോ ഫീഡ് കഴിയുമ്പോഴത്തേക്കും എടുത്ത് അടിച്ചോണം ഛർദ്ദിക്കും. കുഞ്ഞിന് ഉറക്കമില്ല. അങ്ങനെ ജനിച്ചപ്പോ നല്ല സ്കിൻ ടോണിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നുവെങ്കിലും ജനിച്ച് 4 ദിവസത്തിന് ശേഷം മുതൽ
അവളുടെ സ്കിൻ അവൾക്ക് നമ്മുടെ നാട്ടിലന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത്, അപ്പം സൂര്യനെ കാണാനേ ഇല്ലായിരുന്നു എന്ന് വേണ്ടി പറയാം. മഞ്ഞൊക്കെ വളരെ കൂടി 2 ആഴ്ചക്കാലം ഫോട്ടോതെറാപ്പി ചെയ്തു. അതിനുശേഷം കൊച്ചു കരിക്കൊള്ളി പോലത്തെ അവസ്ഥയായി, ശരീരം മൊത്തം കുരുക്കളായി. പലരും അന്ന് ആ സാഹചര്യത്തിൽ ഞാൻ പാലാങ്കരം AG ചർച്ചിന്റെ ഭാഗമായി മുകളിലെ പാഴ്സണേജിലാ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തില് പലരും കാണാൻ വരുമ്പോൾ, പാസ്റ്റർ മകളായതുകൊണ്ടും ഇങ്ങനെ ഒത്തിരി പേര് പപ്പായുടെ വീട്ടിൽ ബന്ധപ്പെട്ട് കാണാൻ വരുമ്പോഴും കാണാൻ വന്നിട്ട് കുഞ്ഞിനെ കാണണ്ട എന്ന് പറഞ്ഞു പോയ സാഹചര്യം, ഇറങ്ങിപ്പോയ സാഹചര്യമാണ്. അപ്പൊ അതൊക്കെ നമ്മള് കേൾക്കുന്ന ആ ഇരിക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നുള്ള ആരും ചിന്തിച്ചിരുന്നില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് അമ്മയാകുന്ന ഒത്തിരി പ്രതീക്ഷയോടെ അമ്മയായി കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാത്തൊരു ജീവിത സാഹചര്യമായിരുന്നു. അതുപോലെ ഞാൻ പറയും, ജീവിതത്തിൽ നമുക്ക് എത്ര സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവരുടെ ലിമിറ്റേഷൻ ഞാൻ അന്ന് അറിഞ്ഞൊരു സാഹചര്യത്തിൽ, കാരണം അവർക്ക് എന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കടന്നു പോകുന്ന ആ വഴിയിൽ ഞാൻ മാത്രമേ പോവാനേ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഒരു വോയിഡ് ഉണ്ടെന്ന് ഞാൻ പറയാം. ആ വോയിഡ് ദൈവത്തെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇടവാന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അപ്പൊ അന്ന് എനിക്ക് ഞാൻ ദൈവത്തെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പം രാത്രി 24 മണിക്കൂർ ഈ കുഞ്ഞു കരച്ചിലായിരിക്കും. ആദ്യ സമയങ്ങളിലൊക്കെ ചുറ്റുപാടും താമസിക്കുന്നവരൊക്കെ കയറി വന്ന് ചോദിക്കും, എന്താ ഈ കുഞ്ഞ് ഇത്ര കരയുന്നതെന്ന് ചോദിക്കായിരുന്നു. പിന്നീട് പിന്നീടായപ്പോഴത്തേക്ക് എല്ലാവരും പറയും, അവിടെ ഒരു സുഖമില്ലാത്ത കൊച്ചുണ്ട്, അപ്പൊ അതുകൊണ്ടാ. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുകയായിരിക്കും. അടുത്ത ദിവസവും ആ ചേട്ടൻ പോകുമ്പോൾ ഞാൻ അതേപോലെ തലേന്ന് ഇരുന്ന പോലെ തന്നെ ഇരിക്കുമായിരിക്കും. കാരണം അത്രയും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് ഞാൻ ആദ്യത്തെ മാസങ്ങളൊക്കെ ഉറങ്ങിയിരുന്നത്. ആദ്യത്തെ 2 മാസം കൊണ്ട് ഏകദേശം എന്റെ 18 കിലോഗ്രാമോളം കുറഞ്ഞു. അപ്പൊ അത് അത്രമാത്രം സ്ട്രെസ് ആയിരുന്നു ഞാൻ അനുഭവിച്ചിരുന്നത്. കാരണം ഈ കുഞ്ഞിനെ ആകെ ഫീഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് കരയാതിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. താഴെ കടത്തുമ്പോൾ ചിലപ്പെങ്കില് കട്ടിലിന്റെ രണ്ട് ഡബിൾ കോട്ട് കട്ടിൽ ചേർത്തിട്ടേക്കും കട്ടിലിൽ ഒരറ്റത്ത് ഉറുമ്പ് കയറുമ്പോൾ എപ്പോഴും ഛർദി. അപ്പം ഉറുമ്പ് കയറുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ഷീറ്റ് മാറ്റി ഇപ്പുറത്തെ അറ്റത്ത് വന്ന് കിടക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവളുടെ ദേഹത്തോട്ട് ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തെ അവളുടെ ദേഹത്തോട്ട് ഉറുമ്പ് കയറുന്ന കണ്ടു. അത് കണ്ടപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് ഒട്ടും കൂടെ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ അന്ന് എന്റെ ചിന്താമണ്ഡലങ്ങളിൽ ഒത്തിരി സ്ട്രോങ് ഹോൾസ് ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യമാണെന്ന് പറയാൻ കഴിയും. കാരണം ദൈവവചനം പറഞ്ഞ് ജയിക്കാനോ അതൊന്നും അന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അന്ന് ഞാന് പപ്പ എന്നും ചോദിച്ച എന്നോട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ, അതായത് എന്റെ അപ്പിയറൻസോ അല്ലെങ്കിൽ തലമുടി ചീവിടുന്നോ വസ്ത്രം എന്തെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ധരിക്കാനോ അല്ലെങ്കിൽ ഫുഡിനെ പറ്റി, ആഹാര രീതി, പ്രസവം കഴിയുമ്പോൾ എത്രമാത്രം കൺസേൺ ആയിരിക്കും നമ്മള്, അങ്ങനെയൊന്നും ഞാൻ ഒട്ടും കൺസേൺ അല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ പപ്പ എന്നോട് അന്നൊരു ദിവസം പറഞ്ഞു, കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കും, പക്ഷെ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ, നീ കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ എനിക്ക് അത് വല്ലാത്ത ഭാരം ഉണ്ടാക്കുന്നു പറഞ്ഞൊരു സാഹചര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. 7 മാസക്കാലം അവൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത സാഹചര്യമായിരുന്നു. ഞാൻ അന്ന് ബഥേൽ ചർച്ചില് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഓരോ ദൈവവചനങ്ങൾ എങ്ങനെ കേൾക്കുമായിരുന്നു, അത് യൂട്യൂബ് ഓൺ ചെയ്തിട്ട്. എവിടെയൊക്കെയോ ഒരു ലൈറ്റ് ഉണ്ട് എന്നുള്ളൊരു അന്ന് അറ്റൻഡ് ചെയ്തത് പ്രാർത്ഥനയിലൂടെ, ഓരോ ദേവദാസന്മാരുടെ ശുശ്രൂഷയിലൂടെ എവിടെയൊക്കെയോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവിടെയോ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്നൊരു ചിന്ത വരാൻ തുടങ്ങി. അതിനുശേഷം ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിന്നിട്ടില്ല. പകരം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ടോയ്ലറ്റിൽ കയറി പൈപ്പ് തുറന്നിട്ട് വാവിട്ട് ഞാൻ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നത്, കർത്താവ്, ഞാൻ ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോ, ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ കസേരയുടെ ഇപ്പുറത്തിരുന്ന് നമുക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മറു സൈഡിലേക്ക് നമ്മൾ വന്നിരുന്ന് മറ്റൊരാൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ അതിന്റെ ആഴം എത്ര, രണ്ട് ധ്രുവമാണെന്ന് പറയത്തക്കവണ്ണം ആ പെയിൻ എനിക്ക് അറിയാനിട വന്നു. അതെന്റെ ജീവിതത്തില് വല്ലാത്ത ഞാൻ എല്ലായിടത്തും പഠിച്ച് മുന്നേറി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത്, എന്നെ പഠിപ്പിച്ചവരും എന്റെ കൂടെ പഠിച്ചവരും ഒക്കെ ചിന്തിച്ചിരുന്നത് ഇവളെ വലിയ നിലയിലേക്ക് എത്തും, വലിയ ഒരു ഡിലേ ഇല്ലാതെ ജീവിതത്തില് മുന്നേറി പോകുന്ന. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയി കണ്ടിരുന്നതിനെ വെച്ച് അതിനെ ചക്കയിലേക്ക് ദൈവം പണയാൻ തുടങ്ങി. ഒന്ന്, എന്റെ വിദ്യാഭ്യാസം ഞാൻ ചിന്തിച്ച രീതിയിലേക്ക് മുന്നേറാൻ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കഴിഞ്ഞില്ല. അതുപോലെ എന്റെ തലമുറയെ വെച്ച് എവിടെ കുത്തിയാൽ എവിടെ നോവുന്ന ദൈവത്തിന് വ്യക്തതയോടെ അറിയുന്നുണ്ടോ, കർത്താവിന് എന്നോടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവം അപ്രകാരം ചെയ്തു, എന്നെ ഒരുക്കാൻ വേണ്ടി ഒരുക്കി എന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെ അവളുടെ അവസ്ഥകളിലൂടെ കടന്നുപോയ സാഹചര്യത്തില് രാവും പകലും ഞാൻ ഒട്ടും കൺസേൺ അല്ലാതെ, ഞാൻ ഉറങ്ങിയോന്നോ വെള്ളം കുടിച്ചോന്നോ അത് ഒട്ടും കെയർ അല്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി. 7 മാസത്തോളം ഒരു മാറ്റവും ഇല്ലായിരുന്നു. രാവിലെ ഒരു 5 മണി 6 മണി വരെ എഴുന്നേറ്റിരിക്കും. കൊച്ചിന്റെ ഛർദിലും ബുദ്ധിമുട്ടും കാരണം മൂക്കിലൂടെയൊക്കെ ഛർദിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യും. അപ്പൊ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം ഡോക്ടറെ കണ്ട ആഴ്ചകളൊക്കെ ഉണ്ട്.
അങ്ങനെ. അപ്പം അവളുടെ കാല് രണ്ടിനും സർജറി കഴിഞ്ഞു. 7 മാസത്തോളം ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. അവൾക്ക് വയറ്റീന്ന് മോഷൻ പോകുന്നതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒത്തിരി പ്രയാസങ്ങളുണ്ട്. കുഞ്ഞ് 24 മണിക്കൂറും കരയുന്ന ഒരു കുഞ്ഞുമായിട്ട് ഇരിക്കുമ്പം എന്റെ മാനസിക നില എത്രമാത്രം ഭീകരമായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. പിന്നെ ആരെങ്കിലും കുറെ പേര് സപ്പോർട്ടീവായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതായിരിക്കും എന്റെ ചിന്താമണ്ഡലങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതെനിക്ക് പിന്നെയും ആത്മീയ പക്വതയോട് കൂടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അന്ന് എനിക്ക് അത് ഞാൻ മനുഷ്യരിലായിരുന്നു. എന്തുകൊണ്ട് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് ചിന്തിച്ച പലർക്കും എന്നെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അതിനും ദൈവത്തിന് നന്ദി പറയും. കാരണം ചില സമയങ്ങളിൽ ദൈവം എല്ലാവരെയും നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് കർത്താവിന് കൂടുതൽ നമ്മളോട് കൂടി ഇരിക്കാനും നമ്മളെ പാകപ്പെടുത്താനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ആരും ഇല്ലാതെ വന്നപ്പോഴാണ് ദൈവത്തെ കൂടുതലും ആശ്രയിക്കാൻ തുടങ്ങി. ഞാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ എന്റെ ഫാമിലി 2 കുടുംബവും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നെങ്കിലും അവർക്ക് എല്ലാവർക്കും ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞ് വേറൊരാളുടെ കയ്യിലേക്ക് പോവില്ല. ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം, ഇരിക്കണം, അവളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ. പിന്നെ അതേപോലെ എന്റെ ഹസ്ബൻഡ് കുറച്ച് 23 ദിവസം ഉണ്ടായിരുന്നു. ജോലിയോടനുബന്ധിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കാനിടയായി. പെട്ടെന്ന് ഇങ്ങനെ ഇമോഷൻസ് എല്ലാം ഒതുക്കി പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. എന്നെ മാനേജ് ചെയ്ത പേരൻസും എന്റെ ഹസ്ബൻഡൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. അവരെന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലൊക്കെ ഞാൻ പറയായിരുന്നു, പപ്പാടും മമ്മയോടും പറയായിരുന്നു, എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആരോടും ഇങ്ങോട്ട് വരരുതേ എന്ന് പറയണം. കാരണം അപ്പൊ റിലേറ്റീവ്സ് ആരും അത് കാരണം തന്നെ വന്നിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് എനിക്കൊരു ഭാരം ആവരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഒത്തിരി ഡിപ്രഷനെ പറ്റി അങ്ങോട്ട് ഉപദേശവും ക്ലാസ്സൊക്കെ കൊടുത്തിരുന്ന ഞാൻ വളരെ ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥകളിലൂടെ പോയി. ഞാൻ വിചാരിച്ചിരുന്നത് ഇനി ഇതിന്നൊരു എന്നും ഞാൻ ഈ കുഞ്ഞിനെ നോക്കിയിരിക്കും, ഇതിന് പുറത്തോട്ടൊരു വരവുണ്ടാവില്ല, എന്റെ കരിയറും എല്ലാം അസ്തമിച്ചു എന്നിരുന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 7 മാസക്കാലം അതിനുശേഷം കർത്താവ് അവളെ കൈ എപ്പോഴും ആദ്യം ജനിച്ച സമയത്ത് പിള്ളേർ സാധാരണ ചുരുട്ടി പിടിക്കും. പക്ഷെ അവൾ എപ്പോഴും ഇങ്ങനെ പിടിക്കുള്ളായിരുന്നു. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്യം, അത് ഞാൻ കഷ്ടത മാർക്കൊഴുകിപ്പോയ വെള്ളത്തെ പോലെ ഞാൻ ഇതിനെ ഓർക്കും. ഇന്ന് ഞാൻ അന്ന് അഭിമുഖീകരിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് ഇന്ന് ഓർമ്മയില്ല. ദൈവം കർത്താവിന്റെ കരുതലുകളും വിശ്വസ്തതയും ഒത്തിരി വലുതാ. ആ സാഹചര്യത്തിലൊക്കെ അവള് മെന്റലി റിട്ടാർഡഡ് ആവുമെന്ന് പറഞ്ഞതായിരുന്നു. അതുപോലെ സ്പീച്ചിന് പ്രയാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഞാൻ ഡോക്ടേഴ്സിനോടൊക്കെ എതിർത്ത് നിൽക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? കാരണം എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആവാനോ അതിനോട് കോപ്പപ്പ് ആവാനോ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഒരു മാനദണ്ഡം ആയിരുന്നില്ല. അപ്പൊ ഞാൻ അവരോട് എതിർത്ത് നിൽക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ദൈവത്തിന്റെ അത്ഭുത കരുണയാൽ പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ അവൾക്ക് വാക്കുകൾ പറയാൻ കൃപ കൊടുക്കണം, അവൾക്ക് തലയിൽ മുടി ഉണ്ടാവണം, കൈയുടെ സ്കിന്നിന്റെ പാട് മാറണം, അവൾ പ്രോപ്പറായിട്ട് നടക്കണം, എല്ലാ നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺ പോലെ തന്നെ അവളെല്ലാം അച്ചീവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദൈവസഭകളെല്ലാം അറിഞ്ഞവരൊക്കെ വരാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചവരുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ആരും കാണുവാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മാറ്റി, ഈ വ്യക്തി കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്ന പല വ്യക്തികളും അന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതെന്റെ ജീവിതത്തിൽ വളരെ ആശ്വാസമായിരുന്നു. അപ്പൊ അതേപോലെ ചിലരൊക്കെ കാണാൻ വന്നു കഴിയുമ്പോൾ അവർക്ക് പെരുമാറേണ്ട രീതി അറിയാതെ പോകുമല്ലോ. മുമ്പിലിരിക്കുന്ന അമ്മയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് വിഷമാവാൻ ചാൻസ് ഉണ്ടെന്നൊന്നും പറയാതെ സംസാരിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒത്തിരി പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ എല്ലാത്തിനും ദൈവത്തിന് ഇന്ന് ഞാൻ നന്ദി, അന്നത് എനിക്ക് ഭയങ്കര പ്രയാസമായി തോന്നി, ഇന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 7 മാസത്തിന് ശേഷം അവളുടെ കൈക്ക് മാറ്റം വന്നു തുടങ്ങി. അവളുടെ കാലിന് സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം 10ാം മാസത്തിൽ കുഞ്ഞ് ഇരുന്നു. പിന്നെ മൈൽ സ്റ്റോൺ ഒക്കെ സാധാരണ പ്രോപ്പർ ആയ പോലെ തന്നെ അവൾ അതെല്ലാം അച്ചീവ് ചെയ്യും. കർത്താവ്ക്ക് കൃപ കൊടുത്തു. മെന്റൽ റിട്ടാർഡേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവളെന്ന് യാതൊരു പ്രയാസമില്ല UK കടന്ന് ഞാൻ പഠിക്കാൻ പോയതിനു ശേഷം അവളെ കൊണ്ടുവരാനൊക്കെ കൊണ്ടുപോകാൻ ദൈവം കൃപ ചെയ്തു. ആ സാഹചര്യത്തിൽ അവിടെ ചെന്ന് ഞാനൊക്കെ ഒരു അവാർഡ് മേടിക്കാൻ ഡിഗ്രി വരെ എത്തിയെങ്കിൽ കുഞ്ഞ് ചെറിയ പ്രായം മുതൽ അവളുടെ സ്കൂളിലൊക്കെ ഒരു പെർഫോമൻസിനും കാര്യത്തിനൊക്കെ അവൾക്ക് അവാർഡുകൾ ലഭിച്ചു. അവളുടെ സ്കിന്നിന് ഇപ്പം ഒരു സ്കാർ ഉണ്ട്. പക്ഷെ അത് നേരത്തെ ചേന ചെത്തിയതുപോലെ ജനിച്ചപ്പോഴിരുന്നെങ്കിൽ ഇപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. അവളുടെ സ്കിൻ ടോണിലേക്ക് ആയി. തലയിൽ നിറയെ മുടി കൊടുത്തു. കൈക്ക് പ്രയാസമില്ല. അവള് ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിലും നന്നായി എഴുതും, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവളുടെ മൈൽ സ്റ്റോൺ ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ആ സാഹചര്യത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നു, ഇനി എനിക്ക് മറ്റു കുഞ്ഞുങ്ങളെ തരണ്ട. കാരണം ഞാൻ ഒന്ന് അനുഭവിച്ചു, ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന കണ്ടു. കാരണം എന്നെ കുളിപ്പിക്കാൻ വരുന്ന വ്യക്തി മുതൽ പലർക്കും പല കമന്റുകൾ നമ്മൾ പാസ്സാക്കുമല്ലോ. അപ്പൊ പലരും പറഞ്ഞ് ഇവളുടെ വയറിന്റെ പ്രശ്നം കൊണ്ട് അവൾ ഇങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചത് അമ്മയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വീട്ടുകാരെ ബ്ലെയിം ചെയ്തവരൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര, ഇതൊക്കെ തലയിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്കൊരു കുഞ്ഞിന് മതി, അവളെ നേരജനം വളർത്തണം,
ആം, അങ്ങനെ അങ്ങനെ ഇപ്പോഴും അഡമന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. 2000 ആ സാഹചര്യമൊക്കെ കഴിഞ്ഞ് കർത്താവ് 2.25 വരെ ഞാൻ അവളുടെ കൂടെ ആയിരുന്നു. കുഞ്ഞിനെ നോക്കി അവളുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ദൈവം നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷം ഒരു ദേവദാസിനോട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആയിരിക്കും ജനിക്ക്. അതിനുശേഷം പാസ്റ്റർ പറഞ്ഞു നിനക്കൊരു ദൂരയാത്രയുണ്ട് അതിനുശേഷം എന്ന് പറയാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാന് പിന്നീട് കോവിഡിന്റെ സമയങ്ങളിലേക്കൊക്കെ ആയി. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ഭവനത്തിൽ, ഞാൻ ഒരു പാസ്റ്റർ മോളെന്ന് പറഞ്ഞല്ലോ, ഒത്തിരി സാമ്പത്തിക ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെന്ന് കയറിയ ഭവനത്തിലും ഒരു ലോൺ എടുത്ത് പഠിക്കാൻ പോകുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റ് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ കർത്താവ്, ഞാൻ ദൈവത്തെ കുറെ കൂടെ അടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തോട് പറയുന്നത്, കർത്താവ് എന്റെ ഭൂമിയിലുള്ള മാതാപിതാക്കൾക്ക്, എന്റെ പേരൻസിന്, പ്രത്യേകിച്ച് എന്റെ അപ്പന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ എന്റെ സ്വർഗീയ പിതാവിന്റെ കയ്യിൽ ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ലല്ലോ, അൺലിമിറ്റഡ് ആണല്ലോ അങ്ങയുടെ റിസോഴ്സസ് ഒക്കെ. അപ്പൊ എന്റെ അപ്പനായിട്ട് അങ്ങ് ഇറങ്ങി വന്ന് ഞാൻ പണ്ട് മുതലേ എന്റെ ആഗ്രഹം വിദേശത്ത് പോയി അവിടുന്ന് ഒരു പഠനം നടത്തണമെന്ന്, അതിനുവേണ്ടി ദൈവത്തിന് ഹിതമാണെങ്കിൽ അതിന് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ലോണിന്റെ കാര്യങ്ങൾ ഒത്തിരി 10-30 ലക്ഷം രൂപയോളം നമുക്ക് പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പൈസയൊക്കെ കാണിക്കേണ്ടതായിട്ട് ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു എടുത്തു പറയേണ്ട രീതി എന്ന് വെച്ചാൽ അന്ന് മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ, പലരോടും ദൈവം ദൂതുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പലരോടും ദൈവം സംസാരിക്കുന്ന ദൈവമാണല്ലോ. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ എന്നോടൊന്ന് ദൈവം സംസാരിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ, സംസാരിക്കുന്ന ദൈവമാ, അരികെ വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ, കേൾക്കുന്ന ദൈവമാ. ഇതെല്ലാം ഞാൻ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിലും എനിക്കിത് അനുഭവിക്കണം. കർത്താവിനെ ആ സമയത്ത് ഞാൻ DJ ദിനകരന്റെ ആൻ ഇൻസൈറ്റ് ഇൻടു ഹെവൻ എന്നുള്ളൊരു ബുക്ക് വായിക്കുന്നത്. ആ ബുക്ക് വായിച്ചതിന് ശേഷം ദൈവം ആ ദേവദാസനെ നടത്തിയ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്റെ ആഗ്രഹം ഒന്നും കൂടെ വർദ്ധിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കോവിഡിന്റെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ ഞാന് പലാങ്കരയിലാണ് ആയിരിക്കുന്നത്. പപ്പായുണ്ട്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അപ്പൊ ഞാനും കുഞ്ഞും പപ്പായും മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തില് ഞാന് വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കണം, വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ. ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുക, ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താ, എന്നെ കുറിച്ച് ദൈവം എന്തിനാ കണ്ടിരിക്കുന്നത്, എന്റെ പർപ്പസ് എന്താ, എന്റെ കോളിംഗ് എന്താ, ഇതെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ പോലെ പ്രാർത്ഥിക്കുകയല്ല, ഒത്തിരി സമയം ദൈവസ്ഥലം ചെലവഴിച്ച് ഇരിക്കുന്ന രീതിയിലേക്ക് ദൈവം എന്നെ നടത്തി. അപ്പൊ ഞാനിങ്ങനെ ഒരു 3 ദിവസം ഉപവാസം ഇരിക്കാന്ന് തീരുമാനിച്ചു. ആ 3 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒന്നാമത്തെ ദിവസം ഞാൻ ഇരുന്നു. അപ്പൊ ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചേരം ഇരുന്നു, പിന്നീട് വേറെ എന്തിനേലും പോയി, പിന്നെ വന്നിരിക്കുക, അങ്ങനെ ആയിരുന്നില്ല. മമ്മി പോകുന്നതിന് മുമ്പ് പപ്പയ്ക്കുണ്ടായിരുന്നു, ഞാൻ ഉപവാസമായിരുന്നു, പപ്പയ്ക്കുള്ള ആഹാരമൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ ഞാൻ ഉണ്ടാക്കും. അതുപോലെ പപ്പയ്ക്കുള്ള ആഹാരം ചൂടാക്കി പപ്പയ്ക്ക് സമയത്ത് കൊടുക്കും. ഞാൻ കഴിവത് കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കാനിരിക്കും. ചിലപ്പോൾ രാത്രികളിൽ വെളുപ്പിന് 2 മണി വരെ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന സാഹചര്യം. ദൈവാത്മാവ് നടത്തി ഇതുപോലെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ദൈവത്തോട് വീണ്ടും പറയും, കർത്താവ് നീ സംസാരിക്കുന്ന ദൈവമാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്നോട് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കണം. അപ്പൊ അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ബോധ്യം വരാൻ തുടങ്ങി, ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാനൊരു വ്യക്തി അയക്കും. അപ്പം വ്യക്തി അയച്ച് സംസാരിക്കുന്നത് അതിലൊന്നും പ്രത്യേകിച്ച് വ്യത്യസ്തതയില്ലല്ലോ. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവ് വ്യത്യസ്തമായ രീതിയിൽ എന്നോട് സംസാരിക്കും. അപ്പൊ ദൈവസന്നിധിയിൽ ഈ ആഗ്രഹങ്ങളൊക്കെ പങ്കുവെച്ച് കർത്താവിനെ അറിയണം, രുചിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങ് വളർന്ന് പിറ്റത്തെ ദിവസം അതേപോലെ പപ്പയ്ക്കുള്ള ആഹാരമൊക്കെ കൊടുത്ത് കുഞ്ഞിനെ പപ്പയുടെ കൈ കൊടുത്ത് പപ്പ അവളെ ഡീൽ ചെയ്ത് അങ്ങ് പോവും. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കും, ആരാധിക്കും, പ്രാർത്ഥിക്കും, മുറിയിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യം. അപ്പൊ ദൈവം എന്നോട് പറയാൻ തുടങ്ങി, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അടുത്തേക്ക് ഞാനൊരു വ്യക്തിയെ വിടും. ആ വ്യക്തി നിനക്കൊരു കത്ത് തരും. ആ കത്തിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പൊ അന്നത്തെ ദിവസം പപ്പ എന്നോട് പറഞ്ഞു, ഒരു കൂട്ടം പാസ്റ്റേഴ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. അപ്പൊ അവര് താഴെയാണ് ചർച്ച്, മേളിൽ പാഴ്സനേജ്. അപ്പം ചർച്ചിൽ വന്ന് കിടന്നുറങ്ങിക്കോളും. കാരണം കോവിഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അന്നും ഉണ്ട്. അപ്പം അവരാരും മേലോട്ട് കയറി വരത്തില്ല. അവർ ജസ്റ്റ് കിടന്ന് പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ അവർ മറ്റു സ്ഥലത്തേക്ക് കടന്നു പോകും. അപ്പൊ ഞാൻ പപ്പയോട് ചോദിച്ചപ്പോ അവർക്ക് ആഹാരം ഒരുക്കണം. അപ്പൊ വേണ്ട, അവരെല്ലാം ഫാസ്റ്റിംഗ് ആണ്, അവർ ആഹാരം ഒന്നും വേണ്ട, നീ അതിനെപ്പറ്റി ബോധമുണ്ട, നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ 2-ാം ദിവസം രാത്രിയിൽ ഞാൻ മുകളിൽ ഇതുപോലെ രാത്രികളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ വീണ്ടും എന്നോട് പറയാം, നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തി താഴെയുണ്ട്. അപ്പൊ ആ വന്നിരിക്കുന്ന ദേവദാസന്മാരിൽ ഒരു വ്യക്തി ഞാൻ നിനക്കായിട്ട് അയച്ചിരിക്കുക. ആ വ്യക്തി നിനക്ക് ഒരു കത്ത് തരും, ഒരു പേപ്പർ തരും, പേപ്പർ കത്ത് തരും. അതിൽ നീ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അതിലുണ്ടാകും. ഒരു 10-12 കാര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ഭൗതികമായ കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ദൈവസ്ഥലിൽ വീണ്ടും പ്രാർത്ഥിക്കുവാണ്. അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ഒരിക്കലും പപ്പയ്ക്ക് അറിയത്തില്ല, മറ്റാർക്കും അറിയത്തില്ല. എനിക്കും ദൈവത്തിന് എന്റെ അച്ഛനും അറിയത്തില്ല, എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞതാണല്ലോ, അതിനൊരു മാറ്റവും ഇല്ല. ഒരു ദൂതാണ്
എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ സംശയിച്ചേനെ. പക്ഷേ ഡയറക്ട്ലി ദൈവം ഹൃദയത്തിൽ തരുന്ന ബോധ്യമായതുകൊണ്ട് എനിക്ക് അതിനൊരു ഒരു മാറ്റവും ഇല്ല. ഞാനന്ന് പിറ്റേ ദിവസം രാവിലെ ഞാന് എഴുന്നേറ്റ് പപ്പ രാവിലെ അവർക്ക് കാപ്പിയൊക്കെ ഇട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പപ്പ തന്നെ രാവിലെ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതിന് വേണ്ടി പപ്പ ആ ട്രേ മേടിച്ച് പുറത്തുനിന്ന് ചർച്ചിന്റെ പാഴ്സനേജിലേക്കുള്ള വഴി. അപ്പം പപ്പ ആ സ്റ്റെയർ കയറി മേലോട്ട് വരുമ്പോ ഞാൻ മുറിക്കുള്ളിൽ നിന്ന് അകത്തുനിന്ന് ഇറങ്ങി പോവുക. അപ്പൊ ഞാൻ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കത്ത് മേടിക്കാൻ പോവാ. അപ്പൊ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ കത്ത് മേടിക്കാൻ പോവാ. പപ്പ കയറി വരുമ്പോ ഈ ഗ്ലാസിന്റെ ട്രേ അല്ലാതെ മറ്റൊന്നും പപ്പയുടെ കൈ കാണുന്നില്ല. അപ്പൊ പപ്പ സ്റ്റെയർ കയറി ഇറങ്ങി വരുമ്പോ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, ആ കടന്നു വന്ന ദേവദാസന്മാരിൽ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, മുകളിൽ ഒരു സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് ദൈവത്തോട് ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായത് എന്ന് പറഞ്ഞിട്ട് പപ്പ എന്നെ ഏൽപ്പിക്കും. പപ്പയ്ക്ക് ഞാൻ ബോസാന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ ചോദിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അതിൽ വന്ന ഒരു വ്യക്തി നിനക്ക് തന്നതാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നു. ഞാൻ എന്നിട്ട് അത് മേടിച്ച് പോയി ഇരുന്ന് തുറന്നു നോക്കുമ്പോൾ ഞാൻ ദൈവത്തോട് അതിനകത്ത് ഒരു 10-12 വാക്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ദേവദാസൻ എന്നെ പറ്റി കണ്ടൊരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനം എഴുതി ഇന്നും ആ പേപ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ആ ദർശനം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഓരോ വാക്യങ്ങളെ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളുടെ ഉത്തരമായിരുന്നു ഓരോ വാക്യങ്ങള്. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ അന്ന് ദൈവം എന്നോട് സംസാരിച്ച് ദൈവത്തെ ആദ്യം രുചിക്കുക. അതൊരു വലിയൊരു അനുഭവമായി ഞാൻ കാണുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായി പുറത്തു പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം. അത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് പറഞ്ഞു, കർത്താപ്പച്ച എന്നെ വിവാഹം കഴിച്ചയച്ചു. ഇനി എന്റെ വീട്ടില് എന്റെ പപ്പയുടെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് തരാൻ. അത് മാത്രമല്ല എനിക്കിനി ചോദിക്കാൻ കഴിയില്ല. എന്റെ സഹോദരനും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ വീട്ടിലൊരു ബാധ്യത ആവരുത്. അതുപോലെ ഞാൻ ചെന്ന് കയറിയ വീട്ടിലും ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ പഠനത്തിന്റെ വാഗ്ദത്തമായി ഇത് ഞാൻ പണ്ട് മുതലേ കേൾക്കുന്ന, വിദേശത്ത് ഞാൻ വിട്ട് പഠിപ്പിക്കും, രാജ്യമൊക്കെ പറഞ്ഞ് കേൾക്കുന്ന. അപ്പൊ പലപ്പോഴും പലരും, ഞാൻ ഈ പോയ സാഹചര്യത്തിലൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തുചാടി UK പോയതാ, അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ കയറി പെട്ടെന്ന് ഒരു ദിവസം പോകാൻ പറ്റിയ ഒരു കുടുംബത്തിലല്ല ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത്. അപ്പം ദൈവത്തോട് പറഞ്ഞു, കർത്താപ്പച്ചൻ തന്നെ പിതാവായി നിന്നുകൊണ്ട് മകളെ എങ്ങനെ ഒരു അപ്പൻ പഠനത്തിന് വേണ്ടി അയക്കുമോ, ദൈവത്തിന് ഹിതമാണെങ്കിൽ എന്നെ അങ്ങനെ അയക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി. ഞാൻ വീട്ടിലിരുന്ന് മാത്രം പ്രാർത്ഥിച്ചു. ദൈവത്തോട് ചോദിച്ചു, മനുഷ്യരോട് ആരോടും പഠനത്തിന്റെ ആഗ്രഹം അതുപോലെ അത് സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒന്നും ചോദിച്ചില്ല. എങ്ങനെ എടുക്കണം, എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ ആ കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് മെഡിക്കലിന് പോലും ഡേറ്റ് കിട്ടുന്നതിനൊക്കെ വളരെ പ്രയാസമായതുകൊണ്ട് ഞാൻ ഫെബ്രുവരി തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. അപ്പൊ എന്റെ ഡാഡി, അതായത് അച്ഛന്റെ ഡാഡി കൃഷിയൊക്കെ ഒത്തിരി എക്സ്റ്റൻസീവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇഞ്ചിയുടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഡാഡി പറഞ്ഞു, മോള് പഠിക്കാൻ നോക്കിക്കോ, പിന്നെ സമയമാകുമ്പോഴത്തേക്കും എന്റെ ഇഞ്ചിയുടെ കൃഷിയൊക്കെ റെഡി ആവും ഡിസംബർ ആകുമ്പോഴത്തേക്കും, അപ്പൊ നമുക്ക് സാമ്പത്തികമായി പോകാൻ ഒരുങ്ങുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും ദൈവത്തോട് ഒന്ന്, കർത്താപ്പച്ചൻ ഞാൻ ആരെയും കാണുന്നില്ല, ദൈവത്തെ തന്നെ കണ്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുക, കർത്താപ്പച്ചനാണ് എന്റെ അപ്പൻ, അപ്പൻ എന്നോട് വാഗ്ദത്തം തന്ന ദൈവമാ. അപ്പൊ കർത്താവിന്റെ ഹിതമാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടയായി. അങ്ങനെ ഒരു ദിവസം ഒരു കാര്യം റെഡി ആയിട്ടില്ല. ഡിസംബർ അവസാനം ഇപ്പൊ ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ UK അപ്ലൈ ചെയ്തു, ചിലയിടത്ത് റിജക്ട്. അവസാനം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ്, എനിക്ക് ഒരു ബന്ധവും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത കോഴ്സ് MEd ആണ്, അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ആൻഡ് ഡിസബിലിറ്റി. ആ കോഴ്സ് എടുക്കാൻ കാരണമായി തീർന്നെന്ന് പറയുന്നത് തന്നെ എന്റെ കുഞ്ഞിന്റെ അവസ്ഥകളിലൂടെ, അവളൊരു സ്പെഷ്യൽ നീഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് കൊണ്ട്, അങ്ങനെയുള്ള പേരൻസ് അനുഭവിക്കുന്ന വിഷമവും പ്രയാസവും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ അവൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അത് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ആഗ്രഹമൊക്കെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ ഒന്നും ആയില്ല. ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പെപ്പർക്ക് തുടങ്ങണം. അതൊന്നും ആയിട്ട് ലോൺ എടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഈട് വെക്കണമല്ലോ, അതിനൊന്നും നമ്മളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ നീ തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ അച്ഛന്റെ മമ്മിയെ ഒരു ഫാമിലി വിളിക്കുകയും പ്രൈസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ സാമ്പത്തിക വിഷയങ്ങൾക്ക് ഇതുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫാമിലിയാണ് എന്റെ പേരിൽ 10-20 ലക്ഷത്തോളം രൂപ ഡെപ്പോസിറ്റ് ഇടുകയൊക്കെ ചെയ്തത്. ഞാൻ അവർക്ക് പേര് പറഞ്ഞത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്യാത്തത്. ഞാൻ ആ ഫാമിലി നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ വലിയൊരു കരുതലായിരുന്നു അന്ന്. കർത്താവ് ഉപയോഗിച്ചും തന്നെ വേണം പറയാന്. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നില്ല.
അപ്പൊ മെഡിക്കൽ 4-ാം തീയതി മെഡിക്കൽ ആണെങ്കിൽ 3-ാം തീയതി ആകുമ്പോഴും നമുക്ക് പേപ്പേഴ്സ് ഒക്കെ ആദ്യം സബ്മിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ മെഡിക്കൽ സ്റ്റെപ്പ് 5 ആയിരിക്കും മേ ബി നമ്മുടെ മെഡിക്കലിന്റെ കാര്യം വരുന്നത്. ആ സാഹചര്യത്തില് ദൈവമേ തലേ ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, നീ ഇനി എങ്ങനെ പോകുന്നത്? മെഡിക്കൽ ഡേറ്റ് എടുത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പേപ്പേഴ്സ് ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ദേവസ്ഥാനിൽ വീണ്ടും പുറത്ത് ദേവസ്ഥാനത്തിൽ പോയി ഭയം പറയും, പുറത്തെല്ലാവരോടും. വീട്ടിലുള്ളവർ തന്നെയാ, പപ്പ മമ്മി ഡാഡി മമ്മി ഒക്കെയാ. അപ്പൊ ദൈവസന്നിധിയിൽ പോയി എന്റെ ഭയമൊക്കെ ദൈവത്തോട് പറയും, പക്ഷെ പുറത്തൊന്നും ഞാൻ വിശ്വാസം പറയും. അപ്പൊ അങ്ങനെയായിരുന്നു ആ ദിവസങ്ങളൊക്കെ ആയിരുന്നത്. അപ്പൊ ഞാൻ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ ദിവസം ഇന്നിപ്പോ ഒരു ഉറപ്പ് തന്നു, ഞാൻ നിന്നെ നടത്തും, നയിക്കും എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ എന്തായാലും മെഡിക്കലിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 4-ാം തീയതി ഞാൻ മെഡിക്കലിൽ പോയി. അവിടെ ചെന്ന് നമ്മളെ യൂണിവേഴ്സിറ്റി പേര് എഴുതി കൊടുക്കണം, എവിടേക്കാ പോകുന്നതെന്നുള്ളത്. അപ്പൊ ഒരു കോളും ഒരു പേപ്പറും പോലും എന്റെ അവിടുന്ന് വന്നിട്ടില്ല, അവരെന്നെ ഇൻവൈറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഓഫർ ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഡർബി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതി കൊടുത്തു. ഞാൻ തിരിച്ചു വന്നു. പിറ്റത്തെ ദിവസം ആ കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വരുവായിട്ട് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെയായിരുന്നു ദൈവം എന്റെ വിദേശത്തുള്ള പഠനം. കർത്താവ് വഴി ഒരുക്കിയത് കൊണ്ട് മാത്രമാ പിന്നീടുള്ള സാഹചര്യങ്ങളിലൊക്കെ പ്രയാസമൊക്കെ വരുമ്പോൾ, UK-യിലായിരുന്ന സമയത്ത് പ്രയാസം വന്ന സാഹചര്യത്തിലൊക്കെ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ തന്നെ പോയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ UK പോകത്തില്ല, പഠിക്കാനായിട്ട് പോകത്തില്ല. പക്ഷെ ദൈവം വഴി ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ എനിക്ക് ഒരിക്കലും എന്നെ പോലെ ഒരു വ്യക്തി ഒരിക്കലും UK ജീവിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കോൾഡ് അർട്ടിക്കാരിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് ചെറിയ തണുപ്പ്, നമ്മുടെ നാട്ടിൽ തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ദേഹം മൊത്തം, ശരീരം മൊത്തം തടിച്ചു പൊന്തി, സ്കിന്നൊക്കെ സാഗ് ചെയ്ത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭയങ്കര ചൊറിച്ചിലുമായിട്ട് ഇരിക്കുന്ന അവസ്ഥകള്. ഇപ്പൊ സ്കൂളിൽ പോയി വരുമ്പോഴൊക്കെ ആണെങ്കിൽ പലപ്പോഴും തല ചുറ്റി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന, ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അതും ദൈവത്തിന്റെ കാര്യത്തിൽ എന്നെ ആദ്യം ഒരു ചെറിയ ലെവൽ ഓഫ് തണുപ്പിലേക്ക് കടത്തിയിട്ട് ഊട്ടി നീലഗിരി ഭാഗം പാട്ടവയിൽ എന്നുള്ള സ്ഥലത്താ അവിടെ ചെന്ന സാഹചര്യത്തിലൊക്കെ, എനിക്ക് ആദ്യം വിവാഹം കഴിഞ്ഞ സാഹചര്യത്തിലൊക്കെ ഞാൻ എപ്പോഴും മുറി തന്നെ ഇരിക്കും. എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് ആരോടെങ്കിലും പറയാൻ ഒരു പ്രയാസമാണ്, എല്ലാവരും എങ്ങനെ എടുക്കുന്ന അറിയാത്തതുകൊണ്ട്. അപ്പൊ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, ദേഹം മൊത്തം വളരെ പ്രയാസമായിട്ടിരുന്ന സാഹചര്യത്തിൽ. പക്ഷെ ദൈവം എന്നെ മുന്നവേ ആദ്യം എന്റെ ശരീരത്തിന് ഒരു ട്രെയിനിങ്ങിന് വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ UK-യിലായിരുന്ന സാഹചര്യത്തിൽ ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുന്നേ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ നീ സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ പിന്നെ എപ്പോഴും മെഡിസിൻ ടാബ്ലറ്റ്സ് ആയിട്ടും കഴിക്കേണ്ടി വരും. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി തണുപ്പ് രാജ്യത്ത് ജീവിക്കാൻ പാടില്ല, അതുള്ള അതിന്റെ സൊല്യൂഷൻ എന്ന് പറയാനിടയായി. അപ്പൊ പക്ഷെ വിശ്വാസത്തോടെ ഞാൻ മരുന്ന് മേടിച്ചില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ കടന്നുപോയി. കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒത്തിരി, അച്ഛൻ ദുബായിലായിരുന്ന സാഹചര്യത്തിൽ ഒത്തിരി സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ ഒക്കെ കടന്നു വന്ന അവിടെയൊക്കെ ബിസിനസ് ഒക്കെ ഡൗൺ ആയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് ടിക്കറ്റിന് പോലും വളരെയധികം സ്ട്രഗിൾ ചെയ്തൊരു സമയമുണ്ട്. അപ്പോൾ അതായത് 1 ലാഖിനോളം ഒക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു ഞാൻ കടന്നു പോകേണ്ട സാഹചര്യത്തിൽ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ. അപ്പൊ ദേവസ്വനിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഞാൻ അന്ന് പോയത് 26,000 രൂപയ്ക്ക് ഒരു ദിവസം മാത്രം ടിക്കറ്റിന്റെ റേറ്റ് കുറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ UK പോയത്. ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ച് അങ്ങനെ ഞാൻ കടന്നു പോകുന്നതൊക്കെ. അവിടെ ചെന്നു. ആദ്യത്തെ ഞാൻ ചെന്ന സമയത്തൊക്കെ വളരെ തീഷ്ണതയോടുകൂടിയ പോകുന്നത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ അതിന്റെ സഹോദരങ്ങളുടെ കൂടെ ആയിരുന്നു ഞാൻ. എന്റെ കസിൻ ബ്രദർ ഉണ്ട്, പോള്, അവന്റെ കൂടെ ആയിരുന്നു 1 മാസത്തോളം താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ഞാൻ മാറുന്നത്. അപ്പൊ ആ 1 മാസത്തോളം അവന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ദൈവത്തോട് ഞാൻ അവിടുന്ന് കുറെ ട്രാക്ട് ഒക്കെ സംഘടിപ്പിച്ച്, അവിടുത്തെ ചർച്ചിൽ പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ജോൺ ലീ. അപ്പം പാസ്റ്റർ ചേച്ചിയുടെ ട്രാക്സ് ഒക്കെ മേടിച്ചിട്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് എനിക്ക് സുവിശേഷം പറയാൻ അവസരം ഒരുക്കണം, ഞാൻ മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ തയ്യാറാ, ഞാൻ അവൈലബിൾ ആയി, ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സാഹചര്യങ്ങളിൽ കോവിഡ് എല്ലായിടും വീടുകൾ അടച്ചിട്ടിരിക്കുക. അത് മാത്രമല്ല അവിടെ നെയ്ബേഴ്സ് ആയിട്ട് പോലും വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു ഭിത്തിയുടെ അപ്പുറത്തെ ഭിത്തി എന്ന് വെച്ചാൽ വേറൊരു വീടായിരിക്കും. അപ്പൊ ഞാൻ ആ ഭിത്തിയിൽ കൈവച്ച് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു അമ്മച്ചിയാന്ന് കേട്ട അമ്മച്ചിയോട് ട്രാക്ട് കൊടുക്കാൻ എനിക്ക് അവസരം ഒരുക്കണം. അപ്പൊ ദൈവത്തോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിക്കും, കർത്താവ് വഴി ഒരുക്കുക ചെയ്യുന്നത്. അപ്പൊ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ആഗ്രഹം എത്രമാത്രം വലുതാണോ അവസരം ദൈവം ഒരുക്കുന്നുള്ളതാ. അപ്പൊ ഞാൻ അങ്ങനെ ട്രാക്ടൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ആ വീട്ടിലെ ചേച്ചി പിന്നെ ബൈബിൾ ഓർഡർ ചെയ്തിട്ട്, ഞങ്ങൾ വീട്ടിലുണ്ട് പക്ഷെ ഡെലിവറി ബോയ് വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തു, ബൈബിൾ കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പം ചേച്ചി അപ്പൊ ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കും, അയ്യോ ഇവിടെ ആളുണ്ടായിട്ട് അവരെന്തിനാ അപ്പുറത്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിരിക്കുക, എങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ ഒരു അവസരത്തിന് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കണം, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവിടെ പോയി ബൈബിൾ മേടിക്കാൻ വേണ്ടി പോയപ്പോ അവർക്ക് ട്രാക്ട് കൊടുക്കാനൊക്കെ കർത്താവ് അവസരം. ഇപ്പൊ എന്റെ ആഗ്രഹം വർദ്ധിച്ചു വരുവാണെങ്കിൽ ദൈവം അതിന് അവസരം ഒരുക്കും. ദൈവം എന്നെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ച്. ഒരു മാസക്കാലം ഞാൻ പ്രസ്റ്റനിലായിരുന്നു. അവിടെയുള്ള ദേവസഭ, പാസ്റ്റർ ജോൺലി ഫാമിലി, അവിടെയുള്ള ദേവസഭ, അതേപോലെ ഓരോ കുടുംബങ്ങളുണ്ട്, അവരെല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. അതിനുശേഷം ഞാൻ ഡാബിയിലേക്ക് വന്നു. അവിടെ ജോയിച്ചാൻ ഒരു അച്ചാനുണ്ട്. അപ്പം അവര് ഇപ്പം ദേവദാസനാണ് ഞാൻ അവിടെ ആയിരുന്ന ചർച്ചിന്റെ പാസ്റ്റർ ജോയ്, അതുപോലെ തന്നെ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നുള്ള ഒരു ചർച്ച്, ചെറിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഒത്തിരി കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരു കുടുംബമാണ് കുടുംബം. അതേപോലെ അവിടെയുള്ള ദൈവവിശ്വാസികൾ, അവരെ നന്ദിയോടെ ഓർക്കുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഡർബിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്നെ ഒത്തിരി കരുതുകയൊക്കെ ഞാൻ തന്നെയാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം എന്റെ ഹസ്ബൻഡ് വരുന്നത്. അതിനുശേഷം വീണ്ടും എന്റെ റിസർച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ മോളെയും കൊണ്ടുവരാൻ കർത്താവ് കൃപ ചെയ്തു. അവരുടെ പഠിത്തം വളരെ ഹാർഡായിരുന്നു. ഞാൻ എമ്മഡാ എടുത്തത്. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അപ്പോഴും ദൈവം എന്നെ, നമ്മൾ പലപ്പോഴും കുശവന്റെ നമ്മൾ പറമ്പിൽ കിടക്കുമ്പോഴും നമ്മൾ കന്നുകാലി കയറുമ്പോഴും അല്ലെങ്കിൽ മഴ വന്ന് വീടുമ്പോഴും നമ്മളാകുന്ന മണ്ണ് ചിന്തിക്കും, ഓ കുശവന്റെ ചക്കലെത്തിക്കുന്നത്. ആക്ച്വലി നമ്മളപ്പോ പറമ്പിൽ കിടക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു വിചാരം, ഞാൻ പാകപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ ഓക്കെ ആണെന്നാ ചിന്തിക്കുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ പറമ്പിൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം ചക്കിലോട്ട് ഇരുത്തിയപ്പോഴത്തേക്ക് അതിന്റെ വേദന ഒരു വേറെ. പക്ഷെ ചക്കി കയറണമെങ്കിൽ പോലും ഒരു സമർപ്പണം വേണമെന്ന് ദൈവം പഠിപ്പിച്ചൊരു അവസ്ഥകളായിരുന്നു അവിടെ ആയിരുന്ന സാഹചര്യത്തില്. അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നത്, എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ പഠിക്കും, കുഴപ്പമില്ല, എല്ലാം നന്നായി തന്നെ വരും, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നെങ്കിൽ കർത്താവിന് എന്നെ പണിയാൻ വേണ്ടി എന്റെ ആദ്യത്തെ ഭാഗം അടയ്ക്കാൻ തുടങ്ങി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനവിടെ എല്ലാവരും അവിടെ UK പിള്ളേർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചു പേരൊക്കെ ആത്മാർത്ഥതയോടെ നമുക്ക് essay സബ്മിഷൻ ആണ്, അപ്പം ചെയ്യും. അല്ലെങ്കിൽ ചിലരൊക്കെ പൈസ കൊടുത്ത് പുറത്ത് വെച്ചിരിക്കും. അപ്പൊ എന്നെ കൂടെ പഠിച്ചവർ പലരും മറ്റു രാജ്യക്കാരാണെങ്കിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ കൊടുക്കും, നീ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ പോരെ, നമുക്ക് ഒരുമിച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ കള്ളത്തരം കാണിക്കത്തില്ല, ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രിപ്പയർ ആയി എല്ലാം സബ്മിഷൻ ചെയ്തു. പക്ഷെ എനിക്ക് അതിൽ ഒരു പേപ്പർ കിട്ടിയില്ല. അപ്പം കള്ളത്തരം കാണിച്ചൊരു പാസ്സായി, സത്യസന്ധയോടെ ചെയ്യാൻ നിന്ന് ഞാൻ തോറ്റുപോയി. അപ്പൊ എനിക്കത് വളരെ വിഷമമായിരുന്നു. അതൊരു വലിയ പ്രയാസമായിട്ട് തോന്നി. പക്ഷെ പിന്നീട് ദൈവം പറഞ്ഞു, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ ദിവസം അവിടെ സമർപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് ഒരു അവസരം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 75,000 രൂപ നമ്മൾ അടയ്ക്കണം ആ പേപ്പർ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ, വീണ്ടും വെക്കണമെങ്കിൽ. ദൈവത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. എന്നെ കൊണ്ട് പറ്റുള്ളത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ ജയിച്ചവരെക്കാളും കൂടുതൽ മാർക്ക് പിന്നീട് എനിക്ക് വെക്കാൻ ഇടവന്നു. 30 പേരോളം പഠിച്ചെങ്കിൽ 30 പേരെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. 7 പേരെ പാസ്സായുള്ളൂ. ദൈവത്തിന് കൃപ അത് പാസ്സാവാൻ സഹായിച്ചു. ഇന്ന് ഞാൻ MSW കഴിഞ്ഞാന്ന് പറഞ്ഞാൽ വെയിൽസിൽ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ വർക്കൊക്കെ കഴിയാൻ ഇടവന്നു. അപ്പോഴും ദൈവം വീണ്ടും എന്റെ ജോലി മേഖലകളെ വെച്ച് പണിയാൻ തുടങ്ങി. അതായത് ഞാൻ പഠിച്ചിറങ്ങി അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നത് വലിയൊരു കടമ്പ തന്നെയാ. ആ കടമ്പകളൊക്കെ പൂർത്തീകരിച്ചെങ്കിലും പിന്നീടുള്ള കാര്യങ്ങള് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ജോലി കിട്ടാൻ കഴിയാതെയായി. അത് വീണ്ടും ഞാൻ പ്രഗ്നൻസി വന്നു. അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്കിനി രണ്ടാമത് കുഞ്ഞിനെ വേണ്ട, കാരണം ഞാനൊരു പ്രയാസം അനുഭവിച്ചു, ഇനി പറ്റത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന, നമുക്ക് ഓൺ വില്ലിൽ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ ദൈവം പഠിപ്പിച്ചൊരു കാര്യം, നമുക്ക് ഓൺ വില്ലിൽ ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല. ദൈവം ഒരു വ്യക്തിയെ പറ്റി ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എത്ര കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് കർത്താവ് നേരത്തെ മുൻകരുതിയിട്ടുണ്ടെന്ന് അന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ദൈവം സംസാരിക്കാൻ തുടങ്ങി, നിനക്ക് ഞാൻ രണ്ടാമത് ഒരു കുഞ്ഞിന് തരും. അപ്പൊ നിന്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായത് നിന്റെ പ്രയാസം കൊണ്ടല്ല, അവളൊരു ദൈവ പദ്ധതിയായിട്ട് മാറണം, അവൾ അപ്രകാരം ജനിക്കാൻ വേണ്ടിയിട്ടാ. രണ്ടാമത് ഞാൻ നിനക്കൊരു മകനെ തരും, അവന് ജോണത്തൻ പേരിടണം. അപ്പൊ അങ്ങനെയായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസി. അവന് ജോണത്തൻ എന്ന് പേരിട്ടു. അവനുണ്ടായി. അവന്റെ പ്രഗ്നൻസിയും ദൈവകൃപയാൽ കുഴപ്പമില്ലാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമായി. അപ്പൊ വീണ്ടും ഞാൻ അഡമന്റ് ആവാൻ തുടങ്ങി. ആണും പെണ്ണുമായി. ഇനി ഞങ്ങൾക്ക് തലമുറകളെ ആവശ്യമില്ല, കാരണം സിസേറിയൻ ആയിരുന്നു എനിക്ക് രണ്ടും, അതിനാവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുമായിരുന്നു. ആൾക്കാർ ചോദിക്കുമ്പോൾ അഭിപ്രായം പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടി പറയുമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് മിസ്കാരേജ് വരാൻ തുടങ്ങി. മിസ്കാരേജ് വന്നപ്പോ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങളിലൂടെ ഇനിയും തലമുറകളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. എന്നെ സംസാരിച്ച് പാകപ്പെടുത്തിയാൽ ഞാൻ അതിന് തയ്യാറാ. ഞാൻ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി ഞാൻ നിന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കാനിടയായി. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തന്നെ വളരെ ജോലി ഉണ്ട്, ജോലി പോവും, വീണ്ടും ജോലി വരും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി വിസയുടെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. കാരണം സ്റ്റേ ബാക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ 2 വർഷം കൂടി സ്റ്റേ ബാക്ക് ഉള്ളത് കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി. വരുമ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടാത്ത കുറെ ഫണ്ടിങ് വേണം അവിടുത്തെ ഗവൺമെന്റ് നമ്മളെ സ്പോൺസർ ചെയ്യണമെങ്കിൽ. അപ്പൊ ഫണ്ടിങ്ങിന്റെ ലിമിറ്റ് വരുമ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കാതെയായി.
അപ്പൊ അങ്ങനത്തെ ഒരു പ്രയാസത്തിലൂടെ വന്നു. അപ്പം ഞാൻ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു കപ്പിൾ ഓഫ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു സൺഡേ മോർണിംഗ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾ വളരെ മോശമാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം സംസാരിക്കും, സങ്കടദേശത്തെ യഹോവ അവനെ വർദ്ധിപ്പിച്ചു. അപ്പോ ഞാൻ അച്ഛനോട്, ദൈവം എന്നോട് പറയുകയാണ്, നിനക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ തരാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഒരുക്കിയിട്ട് തരണം എന്നാ. അപ്പം ദൈവം അത് സംസാരിച്ചത് കൊണ്ട് എനിക്ക് വളരെ ധൈര്യം. ഞാൻ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ ദൈവം തരാൻ പോവുകയാ. അപ്പം അച്ഛൻ അന്ന് അത് ഡൈജസ്റ്റബിൾ ആയിരുന്നില്ല. ഒരു രണ്ടാഴ്ച എക്സാക്ട്ലി 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞ, വളരെ ക്ഷീണം തോന്നി ചെക്ക് ചെയ്യപ്പോൾ ഞാൻ പ്രഗ്നന്റാ. അന്ന് ഞങ്ങൾ മുട്ടൂത്തി ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ പ്രഗ്നൻസി ജേർണി തുടങ്ങി. അപ്പൊ മറ്റു 2 പ്രഗ്നൻസിയിലും ഒരു പ്രാവശ്യം എന്റെ പേരൻസ്, അച്ഛന്റെ പേരൻസ് അങ്ങോട്ട് വന്നു. നാട്ടിലായിരുന്നപ്പോ പേരൻസ് ഉണ്ടായിരുന്നു. എങ്കിലും മൂന്നാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ കർത്താവിനോട് അന്ന് മുതൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പേരൻസിനൊന്നും കൊണ്ടുവരാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് അപ്പനായിട്ട് അമ്മയായിട്ട് അങ്ങ് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്റെ മെന്റൽ ഹെൽത്ത് എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രഗ്നൻസി ദൈവം സ്മൂത്തായി നടത്തി. ജോലികൾ ഇല്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അത്ഭുതമായിട്ട് ആരോഗ്യപൂർണ്ണമായ നല്ലൊരു കുഞ്ഞിന്റെ ദൈവം മൂന്നാമതും ദൈവം നൽകി തന്നവൾക്ക് ഞങ്ങൾ ഫെയ്ത്തിൽ നിന്നാണ് പേരിട്ടേക്കുന്നത്. കാരണം വിശ്വാസത്തിന്റെ ഒരു ജേർണി ആയിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിസയുടെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം പ്രവർത്തിക്കുന്ന, എല്ലാവരോടും വിശ്വാസം എപ്പോഴും പറയുമായിരുന്നു, ദൈവം പ്രവർത്തിക്കും, ദൈവം ഞങ്ങൾക്ക് ജോലി നൽകും. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സമയം അടുത്ത വിസയുടെ തീരാനായപ്പോഴത്തേക്കും ഒരു അറിയിപ്പില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി UK കൊണ്ടുപോയി ഞാൻ നിന്നെ വശീകരിച്ച് നിർജ്ജന പ്രദേശത്തുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കും. അതിനാൽ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ ഒരിക്കലും ഞാൻ കടന്നു പോകത്തില്ല. ജോലിക്കായിട്ടാണ് കടന്നുപോയെ. പക്ഷെ അവിടെ കൊണ്ടുവച്ച് ദൈവം എന്നെ പഠിപ്പിച്ച് പണിയാൻ തുടങ്ങി. അതിനായിരുന്നു ഇവിടെ ആയിരുന്നു ഞാൻ പേരൻസിന്റെ സപ്പോർട്ടിലേക്ക് പോയേനെ. പക്ഷെ അവിടെ ആയിരുന്നത് കൊണ്ട് ദൈവം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്, യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണ് ഞാൻ ഭാഗ്യവതിയാ. അപ്പൊ നമ്മൾ പറയില്ലേ പലപ്പോഴും, എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. പക്ഷെ ബൈബിള് പറഞ്ഞതിന് വിപരീതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ ഞാൻ പറയും, എനിക്ക് ഞാൻ കണ്ണുകൾ പർവ്വതങ്ങളിൽ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. അപ്പൊ എനിക്കൊരു വിശ്വാസം ദൈവം ഉളവാക്കാൻ തുടങ്ങി. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വർഗീയ സൈന്യം സജ്ജമായി എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ റെഡിയാണെന്നുള്ള ഒരു ഒരു ബോധ്യം എന്റെ ഉള്ളിൽ ഉരുവാകാൻ തുടങ്ങി. അതിനുശേഷം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലാത്ത അവസ്ഥകൾ വന്നു. ഞാൻ 3 വർഷത്തോളം ജോലി ചെയ്തില്ല. അച്ഛന്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ മൂന്നാമത്തെ കുഞ്ഞിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യത്തില് ഞങ്ങളുടെ മൂത്ത 2 കുഞ്ഞുങ്ങൾക്ക് എക്സിമയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഭയങ്കര അസഹനീയമായ ചൊറിച്ചിലുണ്ടാവും രാത്രിയിൽ. ഇവർക്ക് ഉറക്കമില്ലാത്ത സാഹചര്യം. അപ്പൊ നമ്മള് ആദ്യമൊക്കെ ദൈവം എന്താ ഇങ്ങനെ ചൊറിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഈ ചൊറിച്ചിലുകൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. കാരണം ഈ ചൊറിച്ചിലാണ് എന്നെ രാത്രികളിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ചൊറിച്ചിലും ദൈവം ചൊറിച്ചിൽ തന്നുകൊണ്ടാണല്ലോ രാത്രിയിൽ എഴുന്നേക്ക് നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുമ്പോഴാണല്ലോ. അപ്പോഴാണ് ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് ഞാനൊരു ദൈവത്തെ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം മോന് വളരെ ചൊറിച്ചിലായി. അന്ന് സൺഡേയാ. അപ്പം രണ്ടുപേർക്കും ജോലി ഇല്ലാത്ത സാഹചര്യം. അപ്പം ക്രീം മേടിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ വളരെയധികം ഭാരപ്പെട്ടിരിക്കുക. അപ്പൊ അച്ഛൻ അന്ന് സൺഡേ ചർച്ചിൽ പോയി. ഞാൻ ഇവനെയും കൊണ്ട് എനിക്കൊന്ന് 8 മന്ത്സ് അങ്ങോട്ട് പ്രഗ്നന്റാ. ഈ മോനെയും കൊണ്ട് ഞാൻ ഇരുന്ന് അവന് തൂത്ത് കൊടുത്തുകൊണ്ട് ഇരിക്കുക. അപ്പൊ കണ്ണീന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ കർത്താവിനോട് പറയും, കർത്താവ് പക്ഷെ ഇനി അച്ഛൻ ഒരു ഊബർ ഓടാൻ പോയെങ്കിൽ മാത്രമേ അല്ലേ ക്രീം മേടിക്കാൻ പൈസ കിട്ടത്തുള്ളൂ. പക്ഷെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി. കർത്താവിന് എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഇപ്പൊ ഞങ്ങൾ ഒരു മനുഷ്യനോട് ഞങ്ങളുടെ ആവശ്യവും പറയത്തില്ല, പേരൻസിനോട് പറയത്തില്ല, സഹോദരങ്ങളോട് പറയത്തില്ല. പക്ഷെ ദൈവത്തോട് പറയും. അതിന് ദൈവത്തിന് നന്ദിയും പറയും. അങ്ങനെ ഇനി എന്ത് ചെയ്യും? കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് 12:30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 രാവിലെ അച്ഛൻ 9:30 ആകുമ്പോൾ ചർച്ചിൽ പോയി. ഉച്ചയ്ക്ക് അച്ഛൻ 2:30 തിരിച്ചു വരുമ്പോൾ അച്ഛന്റെ കയ്യില് ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവ് ഒരു E45 ക്രീം കിട്ടും. അതൊരു ക്രീമിന്റെ പേരാ. E45 ക്രീം കിട്ടുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഉച്ചയായപ്പോഴത്തേക്കും അച്ഛൻ വന്നപ്പോൾ കയ്യിൽ ഒരു കവറുണ്ട്. അതിനകത്ത് 2 ക്രീം ഉണ്ട്, E45 ക്രീം. അപ്പൊ ഞാൻ അച്ഛൻ ചോദിച്ചത് ആരാ തന്നേ? അപ്പൊ പറഞ്ഞു, നമ്മുടെ ചർച്ചിലെ ഡേസൻഡി തന്നതാ. ആന്റി രാവിലെ ചർച്ചിൽ വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് 12:30. അപ്പൊ ഞാൻ ആന്റി ഇത് എങ്ങനെ ദൈവം ഒരു അവസ്ഥ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചു എന്ന് അറിയാൻ. അപ്പൊ ആന്റി ഞാൻ വിളിച്ചു ചോദിക്കാം, ആന്റി എന്താ ഇങ്ങനെ എനിക്ക് ക്രീം ഒക്കെ എന്തിനാ തന്നെ? അപ്പൊ ആന്റി ചോദിക്കാൻ, രാവിലെ പള്ളി പോയപ്പോ അങ്ങനെ ഒരു തോന്നി, പ്രൈസിന്റെ പിള്ളേർക്ക് ഇച്ചിരി ക്രീം മേടിച്ചു കൊടുക്കണം. അപ്പം മോന് ബൂട്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൻ ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ കാർഡ് അവൻ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ആന്റി അവനോട് ആദ്യം സെറ്റഫിലിന്റെ ക്രീമാ പറയുന്നത്.
അപ്പൊ അത് മേടിക്കാൻ അവനെ കൊണ്ട് അവൻ കാർഡ് എടുക്കാത്തതുകൊണ്ട് അപ്പൊ ആന്റി പറഞ്ഞു ശരി നീ പോയി E45 ക്രീം മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ഞാൻ 12:30 ചോദിക്കുന്നെങ്കിൽ 9:30 ആയപ്പോഴേ ഞാനിത് ചോദിക്കുന്ന അറിയുന്ന എന്റെ സ്വർഗീയ പിതാവ് എന്റെ അപ്പനായതുകൊണ്ട്, അപ്പന് മക്കൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് കർത്താവ് നേരത്തെ കരുതി. അതെന്റെ ലൈഫിൽ ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറയുന്നതിൽ എന്റെ വിശ്വാസം ഒന്നും കൂടെ വർദ്ധിക്കാൻ കാരണമായി തീർന്നു. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രഗ്നൻസിയിൽ ഒത്തിരി സഹോദരിമാർക്കൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒത്തിരി ക്രേവിങ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു ദിവസം കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കപ്പ ബിരിയാണി കഴിക്കണം എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ കപ്പയില്ല, എല്ലില്ല, ഇഞ്ചിയില്ല, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനപ്പോ ദൈവത്തോട്, അച്ഛനോടും പറയില്ല, അച്ഛൻ അത് എങ്ങനെയും എനിക്ക് ചെയ്തു തരുന്ന അറിയാവുന്നോട് പറഞ്ഞില്ല. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തോട് ചെറിയ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ജോയിച്ചൻ ഇങ്ങനെ വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാൻ നമ്മുടെ വീട്ടിൽ നോക്ക് ചെയ്തു. അപ്പൊ ഒരു കവർ കൊടുത്തു. അപ്പം ചർച്ചിൽ തന്നെ ഒരു ചേച്ചിയുണ്ട്, വിൻസി എന്ന് പറയും. അപ്പൊ ചേച്ചി അവരുടെ വീട്ടിൽ പാസ്റ്റർ ചെന്നപ്പം ഇത് പ്രൈസിക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാ. അപ്പൊ ഞാൻ ആ കവർ തുറന്നു നോക്കുമ്പോൾ കപ്പയുണ്ട്, എല്ലുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പൊ UK ഒരിക്കലും നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ഒരു ഇഞ്ചി ഒന്ന് അയലൊക്കത്ത് കൊടുക്കുന്ന പോലെ ഒന്നും അവിടെ ആരും കൊടുക്കത്തില്ല. അപ്പൊ ഞാൻ ചേച്ചി വിളിച്ചു വെച്ചപ്പോൾ ചേച്ചി പറയും എന്തോ എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നി, ഞാൻ അങ്ങനെ തന്നതാന്ന് പറയാം. അപ്പൊ ദൈവം എന്നെ പഠിപ്പിച്ചത് നിന്റെ വീട്ടിലെ ലീസ്റ്റ് ആയിട്ടുള്ള അവസ്ഥകളും നിന്റെ വീട്ടിലെ എല്ലാ അവസ്ഥകളും ഞാൻ അറിയുന്നു. വേണമെങ്കിൽ കപ്പ ബിരിയാണി വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാം മുഴുവനെ ദൈവപ്രവൃത്തിയാന്ന് പറയില്ല, പക്ഷെ കപ്പയും എല്ലും ഇഞ്ചിയും. അപ്പൊ അങ്ങനെ ദൈവം കരുതി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ, ജോലിയില്ലാത്ത സാഹചര്യത്തില് എല്ലാത്തിനും നന്ദി പറയും. എല്ലാത്തിനും എഴുതി വെച്ച് ദൈവത്തിന് ആദ്യം പ്രാർത്ഥിക്കും, പിന്നെ അതിനെല്ലാം നന്ദി പറയും. അപ്പൊ പിള്ളേരുടെ ഡയപ്പർ തീരാൻ ഇനി രണ്ട് ഡയപ്പറും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് ഡയപ്പേഴ്സ് ഇല്ല. അപ്പൊ നമ്മുടെ ഡയപ്പേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ആ തീരാനാവുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഡോറിൽ നോക്ക് ചെയ്തിട്ട് രണ്ട് പാക്കറ്റ് ഡയപ്പർ അങ്ങനെ തന്ന ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വലിയ അവസ്ഥകളായി കരുതും. ദൈവം അങ്ങനെ അത്ഭുതമായി നടത്താൻ തുടങ്ങിയപ്പോ എല്ലാവരോടും പ്രാർത്ഥനയിൽ അധികം രാവും പകലും ഒക്കെ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വലിയ സമാധാനം തരാൻ തുടങ്ങി. അപ്പം നമ്മുടെ ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി ഒഴുകാൻ തുടങ്ങും. അപ്പൊ ഞാൻ പിന്നീട് ഒരു വിഷമം വന്നാലും പ്രയാസം സംസാരിക്കാതെയായി വിശ്വാസം മാത്രം പറയാൻ തുടങ്ങി. വിശ്വാസം മാത്രം പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചു, നമ്മൾ വിശ്വാസം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ തന്നെ വഴി ഒരുക്കി കൊടുക്കുക. അപ്പൊ ഞാനിങ്ങനെ വിശ്വസിക്കുന്നതിൽ നിന്ന് ജീവജല നദി ഒഴുകും. ഞാൻ പണ്ട് അഭിഷേകം പ്രാപിച്ചെങ്കിലും പിന്നീട് ഞാൻ എന്റെ മനസ്സിലേക്ക് ചിന്ത വരാൻ തുടങ്ങി, നീ പ്രാപിച്ചിട്ടൊന്നുമില്ല, അത് കാരണം പിന്നെ ഞാൻ അന്യഭാഷ പറയാതെയായി. അപ്പൊ അത് പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കര വേദനയായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ദൈവത്തോട് ആഗ്രഹങ്ങളെ ഇങ്ങനെ ഞാനത് മനുഷ്യനോട് പറയില്ല. അപ്പൊ മനുഷ്യന്മാരാകുമ്പം അവര് ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ ആണല്ലോ തരുന്നത്. അപ്പൊ ദൈവത്തോട് ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ എന്നെ ഒന്നുകൂടെ നിറയ്ക്കണേ, എനിക്കൊരു പുതിയ അനുഭവമായിട്ട് താ എന്ന് പറഞ്ഞ് ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഞാനൊരു കൂട്ടായ്മ, ഞങ്ങളുടെ ചർച്ചിന്റെ തന്നെ ചെറിയ കൂട്ടായ്മ, അപ്പൊ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്ന സാഹചര്യത്തില് ഞാൻ കുഞ്ഞിന് പാല് കൊടുത്ത് അവിടെ കൊണ്ടുപോയി കടത്തിച്ചു. ഞാൻ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുട്ടിന് കുത്തിയതുപോലെ ഞാൻ അന്യഭാഷ പുറകിന്ന് കുത്തി. എന്റെ നിർബന്ധമല്ല, ദൈവം അത് പുതിയ ഒരു അനുഭവമായിട്ട് തരാൻ തുടങ്ങി. പുട്ടിനെ കുത്തി പുട്ട് മുമ്പോട്ട് വരുന്ന പോലെ ഞാൻ അന്യഭാഷ ഉറക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് രാത്രികാലം ഞാൻ പോയി പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ സാഹചര്യത്തില് ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ഭാഷകൾ, അത് രാവിലെ 3:45 വരെ പുതിയ അന്യഭാഷകൾ സംസാരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതെനിക്കൊരു അനുഭവമായി ദൈവം തന്നു. അപ്പൊ ഞാൻ എപ്പോഴും പ്രയാസത്തിന്റെ സമയത്ത് വിശ്വാസം പറയാൻ തുടങ്ങിയപ്പോ ഈ ഒരു വാക്യം എന്നെ ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി, വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി ഒഴുകും. അപ്പൊ പലപ്പോഴും അഭിഷേകം ഒന്ന് പ്രാപിച്ചിട്ട് പിന്നീട് പ്രാപിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വളർച്ചയിലേക്ക് എത്തുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വാക്കുകളായിരിക്കും അതിന് തടസ്സമായിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വിശ്വാസം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ നിന്ന് ഒഴുകുന്നതിന് അത് നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നത് പോലെ അതെനിക്കൊരു അനുഭവമായി തീർന്നു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ദൈവം നൽകി തന്നു. അതുപോലെ ഒരു ദിവസം പിന്നെ ഞങ്ങളുടെ കാറ് ഈ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെ ദൈവം നടത്തുന്നത് പങ്കുവയ്ക്കാൻ വേണ്ടി പറയുക. കാറ് ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അപ്പോഴും കാറ് സർവീസിന് കൊടുത്തു. അപ്പൊ അത് മേടിക്കണേ 35,000 രൂപ വേണം. ഞങ്ങളുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിൽ പൈസ ഇല്ല. ആ സാഹചര്യത്തിൽ അച്ഛന് പിന്നെ എന്നോട് പറയാം, ക്രെഡിറ്റ് കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ പൈസ ഒന്നും മണ്ടേ പോയി വണ്ടി എടുക്കണം, അപ്പം അത് പോകാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലാതെ എന്ത് ചെയ്യും മനുഷ്യരോട് പറയത്തില്ല. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ലിമിറ്റ് ഒക്കെ വന്നത് ഞങ്ങൾക്ക് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അന്ന് അച്ഛൻ പോയി സ്വൈപ്പ് ചെയ്തു, പൈസ പോയി, എങ്ങനെയെന്ന് അറിയത്തില്ല, പൈസ പോയി. അപ്പൊ ഞാൻ ദിവസങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും, കർത്താവ് പക്ഷെ കുഞ്ഞുങ്ങളെ എനിക്ക് തന്നത് കൊണ്ടാണ് ഞാൻ ചെറിയ ജോലിക്ക് പോലും പോവാത്ത, ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി ചെറിയ ജോലിയാണെങ്കിലും കെയർ അസിസ്റ്റന്റ് ജോലിയാണെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ആ ജോലിയും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തിന് അത് എന്ത് കർത്താവ്, പക്ഷെ ചെറിയ ജോലിയല്ലേ ചോദിക്കുന്നുള്ളൂ, അപ്പൊ വീട്ടിലെ രണ്ടറ്റം കൂട്ടി പോകാൻ എളുപ്പമാണല്ലോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ എനിക്ക് ആ ജോലി അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ
ദൈവത്തോട് പറയാൻ തുടങ്ങി, കർത്താപ്പച്ച അങ്ങ് എന്റെ അപ്പനാ, എനിക്ക് ഈ 35,000 രൂപ അങ്ങ് എനിക്ക് തരണം. അന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചു നന്ദി പറഞ്ഞു. അന്നത്തെ ആ വീക്കെൻഡ് ആയപ്പോഴത്തേക്കും ഞങ്ങള് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട്, അപ്പൊ ഞാൻ മൂന്നാമത്തെ കുഞ്ഞുണ്ടായി നിൽക്കുന്ന സാഹചര്യമാണ്, അപ്പൊ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഞാൻ അതേപോലെ ദൈവത്തോട് പറയും, എനിക്ക് പൈസ തന്ന് സഹായിക്കാൻ ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയിലൂടെ എനിക്കത് പ്രവർത്തിക്കണം. എന്റെ കർത്താവ് എന്നെ കാണുന്നു എന്നുള്ളൊരു എന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ആ ചേച്ചി വെച്ച് റാൻഡംലി വിളിച്ചു വർത്തമാനം പറഞ്ഞു. പിന്നീട് എന്നോട് വെക്കാൻ നേരത്ത് പറഞ്ഞു, പ്രൈസി ബാങ്ക് അക്കൗണ്ട് ഒന്ന് അയച്ചു തരണേ. അപ്പോഴേ ആരങ്ങനെയൊക്കെ ചോദിച്ചാലും അപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താപ്പച്ച ദൈവഹിതമാണോ ഈ പൈസ മേടിക്കുന്നത് എന്ന് ചോദിക്കും. കർത്താവ് നോ പറയുമ്പോൾ അവരിന്ന് മേടിച്ചിട്ടില്ല. ദൈവത്തിന് ഉദ്ദേശം ഉണ്ടാവും, ആരോടും ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല. ദൈവം നോ പറഞ്ഞാൽ നോയാ. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ചേച്ചി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നു. ഞാൻ എന്നിട്ട് അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനോട് ചോദിച്ചു. അപ്പൊ നീ ദൈവത്തോട് ചോദിച്ചല്ലേ, അപ്പം നീ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 35,000 രൂപയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. അയച്ചു കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ അക്കൗണ്ടിലേക്ക് എനിക്ക് 200 പൗണ്ട് കയറി, അതായത് 20,000 രൂപ കിട്ടും. അപ്പൊ അന്നത്തെ ദിവസം രാത്രി ഞാൻ ദൈവത്തിന് നന്ദി കർത്താവ്, ഞാൻ 35 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് 20,000 രൂപ തന്നു. തന്നതിന് നന്ദി. ബാക്കിയുള്ള 15 രൂപയ്ക്കും ഞാൻ അങ്ങേ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കർത്താവ് ചെയ്തതിനായ സ്തോത്രം. ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട്, കർത്താവിനോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അക്കൗണ്ടുകൾ കാര്യമാണെങ്കിലും നോക്കിക്കൊണ്ടേയിരിക്കും. കർത്താവിനോട് പറഞ്ഞ സമയമാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ പിറ്റേ ദിവസത്തെ അതുപോലെ തന്നെ ഞാൻ വെറുതെ കയറി നോക്കുമ്പം ഈ സെയിം വ്യക്തി തന്നെ വീണ്ടും എനിക്ക് 30,000 രൂപയും കൂടി ഇട്ട് തന്നിരിക്കുക. 15 രൂപന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ടോട്ടൽ 50,000 രൂപ. അപ്പൊ ഞാൻ ആ ചേച്ചി വിളിച്ചിട്ട്, ചേച്ചി എന്തുകൊണ്ടാണ് എനിക്ക് പൈസ തന്നെ, നമ്മൾ തമ്മിൽ ബന്ധമില്ലല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് ഞാൻ പറയുന്നുണ്ട്, ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിലൂടെ എന്നെ സഹായിക്കണമെന്ന്. അപ്പൊ ചേച്ചി പറയാൻ, എനിക്ക് ഇങ്ങനെ പൈസക്ക് ഇത്ര രൂപ ഇട്ട് തരണമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ഇട്ടു. അത് ഒരുമിച്ച് ഇടാൻ വേണ്ടി ഇരുന്നു. ഞാൻ അത് രണ്ടായിട്ട് ഇട്ടേന്ന് പറഞ്ഞു. അപ്പൊ ദൈവം എന്നെ പരീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് 20 രൂപയ്ക്ക് അവൾ എന്നെ ട്രസ്റ്റ് ചെയ്യുമെങ്കിൽ ബാക്കി അവൾ കടം മേടിക്കുകയോ അതെയോ അല്ലെങ്കിൽ ബാക്കിക്കോ എന്നെ ആശ്രയിക്കുമോ എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചതുപോലെ തോന്നി. അപ്പൊ ഒരു ദിവസം ഞാനൊരു ദേവദാസിനോട് ഇങ്ങനെ ദേവദാസിനെ വിളിച്ച് സംസാരിക്കണം, ദൈവാത്മാവ് എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. അപ്പൊ ഞാൻ ആ ദേവദാസിനെ വിളിച്ചിട്ട്, ദൈവം നിന്നെ നടത്തിയത് ആ ദേവദാസിനോട് സംസാരിക്കാൻ പറയാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ പാസ്റ്ററോട് ഇങ്ങനെ ഒരു നല്ല ദേവദാസിന് ഒത്തിരി കൃപാവരങ്ങളൊക്കെ ഉള്ള ഒരു ദേവദാസനാ. അപ്പൊ ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട്, ഞാൻ പാസ്റ്റർ ദൈവൻ ഇങ്ങനെയൊക്കെ നടത്തി എന്നൊക്കെ പറയുമ്പോ അപ്പുറത്തെ സൈഡിൽ ഒരു മൗനമാണേ. അത് കഴിഞ്ഞപ്പോ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ എന്നോട് ഇപ്പൊ ദൈവശബ്ദം പങ്കുവയ്ക്കുന്നത്, കാരണം എന്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കേണ്ട സാഹചര്യത്തില് ഞാൻ ദേവദാസനായിട്ട് ഞാൻ വേറൊരാളുടെ വായ്പ ചോദിച്ചു. അപ്പൊ അവർക്ക് തരാൻ പറ്റിയില്ല. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം എന്നെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുമായിരുന്നു നിന്നിലൂടെ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ പാസ്റ്ററോട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിലേക്ക് ആ 10,000 രൂപ അടക്കി. കാരണം ഞാനൊരു പാസ്റ്റർ മോളെ, എന്നെ പല വിശ്വാസികളും അല്ലെങ്കിൽ പലരോട് ദൈവം എന്നെ നടത്തിയത്. അപ്പൊ ഞാൻ എന്റെ പഠനത്തിനൊക്കെ കർത്താവ് എന്നെ പാസ്റ്റർ മോന്റെ വിദ്യാഭ്യാസം എന്റെ ഉള്ളിൽ ഉടക്കി. എനിക്കത് ഭയങ്കര വേദന. ആ നിൽക്കുന്ന നിപ്പിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് അപ്പച്ച അന്ന് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പൊ അത് ഞാൻ ദൈവത്തോട് പറഞ്ഞ് സ്തോത്രം ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് അപ്പച്ച അപ്പച്ചൻ എനിക്ക് വേണ്ടി ഇന്ന് എനിക്കൊരു പൈസ തന്നിട്ട് അതിൽ നേർപ്പത് ഞാൻ ഈ പാസ്റ്റർക്ക് അയച്ചു കൊടുക്കും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഒരു ഫ്രണ്ട് അവള് വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ഇപ്പൊ തന്നെ അക്കൗണ്ട് നമ്പർ ഇട്ട് തരണം, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. അപ്പൊ ഞാനത് ദൈവത്തോട് പറഞ്ഞു അപ്പൊ തന്നെ ആയതുകൊണ്ട് എനിക്കത് ബോധ്യമായിരുന്നു. ഞാനത് ഇട്ട് കൊടുത്തപ്പോൾ അവൾ എനിക്ക് 20,000 രൂപ, അതായത് അവിടുത്തെ 200 പൗണ്ട് ഇട്ട് വന്നു. അപ്പൊ എനിക്ക് ആവശ്യം 100 പൗണ്ട് ആണെങ്കിൽ 100 പൗണ്ട് ആയിരുന്നു പാസ്റ്റർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്, വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല, കൊടുക്കുവാനുള്ള സമൃദ്ധി തരുന്ന. അപ്പൊ ദൈവം എന്നെയാണ് അപ്രകാരമാണ് അന്ന് നടത്തിയത്. അങ്ങനെ ദൈവം ഒത്തിരി അനുഭവങ്ങൾ തന്നതെല്ലാം പങ്കുവയ്ക്കാൻ ഒത്തിരി ലിമിറ്റേഷൻസ് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സാഹചര്യത്തിലൊക്കെ ഞങ്ങളുടെ വിസ തീരുമ്പോൾ അടുത്തതിനകത്തോട്ട് ആപ്ലിക്കേഷൻ, ഇപ്പൊ ഞങ്ങളൊരു സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സോളിസിറ്റർ ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, ഇനി ഫർദർ ലീവ് ടു റിമെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ വെക്കണം. അതിന് ഏകദേശം ഞങ്ങൾ 3 പേര്, 2 കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചുകൊണ്ട് അവർക്ക് വേണ്ട, അല്ലാതെ ഞങ്ങൾക്ക് 3 പേർക്ക് 15 ലക്ഷം രൂപ വേണം, ആവശ്യമായിട്ടുണ്ട്. വക്കീലിന്റെ ഫീസ്, വിസയുടെ ഫീസ്, ഹെൽത്ത് ചാർജ് അതെല്ലാം കൂടെ വരുമ്പോൾ ഒരാൾക്ക് 5 ലക്ഷം രൂപ വീതം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഇല്ല. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം ജോലി തരുന്നു തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ദേവസ്ഥാനിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഫീ വേവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മുമ്പ് നമ്മൾ ഇനി വെക്കാൻ പോകുന്ന ആപ്ലിക്കേഷന്റെ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അതിന് മുന്നേ വെക്കണ്ടേ, അതിന് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക.
അപ്പൊ ഞങ്ങൾ അങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ചെറിയ ജോലി പോലും കിട്ടിയിരുന്നില്ല. അപ്പൊ അന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തുകൊണ്ടാ പക്ഷേ എനിക്ക് ഈ ചെറുത് പോലും കിട്ടാത്തതെന്ന് ചോദ്യം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ അന്നത്തെ സാഹചര്യം ഈ ഫീ വേവ് ഓഫിന്റെ ആപ്ലിക്കേഷൻ വെച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞങ്ങൾ അടുത്ത വെക്കാനുള്ള ആപ്ലിക്കേഷന് 15 ലക്ഷം രൂപ അത് വേവ് ഓഫ് ചെയ്തു. അപ്പൊ എല്ലാവരും പൈസ കൊടുത്ത് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ ഞങ്ങൾ ഒരു പൈസ ഇല്ലാതെയാണ് അന്ന് ആപ്ലിക്കേഷൻ വെക്കാനിടയായത്. അപ്പൊ അത് തന്നെ സോളിസിറ്റർ പറഞ്ഞു 2 മന്ത്സും കൂടെ, അല്ലെങ്കിൽ മാക്സിമം 2 മന്ത്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് UK നിൽക്കാനുള്ള സമയം കിട്ടുമായിരിക്കും, അതിനുള്ളിൽ നിങ്ങൾ ജോലി കണ്ടുപിടിക്കണം. അപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചു. കാരണം കർത്താവ് അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ലാസ്റ്റത്തെ ദൈവത്തിന്റെ വോയിസാണ് ഞങ്ങളെ പിന്നീട് അങ്ങോട്ട് നിലനിർത്തുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ദൈവം സൈലന്റ് ആയിട്ടിരിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദൈവം സംസാരിക്കണമെന്നാ, പക്ഷെ ദൈവത്തിന്റെ മൗനം പല സമയത്തും അപ്പുറത്തെ വശത്തെ ദൈവത്തിന്റെ പ്രവൃത്തിയാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് കർത്താവ് പ്രവർത്തിക്കുന്നു വിശ്വസിച്ചു. പ്രത്യേകിച്ച് ജോലിയുടെ വാതിലുകളൊന്നും തുറന്നില്ല. ഞാൻ ഇന്റർവ്യൂ പാസ്സാവുന്നുണ്ടായിരുന്നെങ്കിലും സ്പോൺസർഷിപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ 3ാമത് കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുന്നത് പോലും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ഒരു C-സെക്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ ചുരുങ്ങിയത് 1.5-2 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. പക്ഷെ അവിടെ ഹെൽത്ത് എല്ലാം എനിക്ക് ഫ്രീ ആയിരുന്നു. ഞാൻ അവിടെ ആയിരുന്ന സാഹചര്യങ്ങൾ കർത്താവ് കരുതി. പ്രഗ്നൻസിയിലൊക്കെ കർത്താവിന്റെ കൃപ കൂടിയിരുന്നു. എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ജസ്റ്റേഷണൽ ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ എല്ലാ മാസം എനിക്ക് സ്കാൻ ഉണ്ടായിരുന്നു. അപ്പം അതും ദൈവത്തിന്റെ കരുതലായിട്ട് ഞാൻ എടുക്കുക. കാരണം 2 കുഞ്ഞുങ്ങളുടെയും ആദ്യത്തെ കുഞ്ഞിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജനിച്ചത് കൊണ്ട് എന്റെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഓട്ടോമാറ്റിക്കലി എനിക്ക് ചിന്ത വരാം, ടെൻഷൻ വരാം. പക്ഷെ ദൈവം ജസ്റ്റേഷണൽ ഡയബറ്റിക് തന്നത് നിമിത്തം എനിക്ക് എല്ലാ മാസം സ്കാൻ ആയിരുന്നു. അപ്പൊ കുഞ്ഞു ഓക്കെ അതെന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നടത്തി. അവസാനം ഒരു സമയം ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ദിവസങ്ങളിൽ എപ്പോഴും പ്രാർത്ഥന ആരംഭിച്ചു. രാത്രികളിലും പകലും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും ഒരു ഫാമിലി അവിടെ ജീവിച്ചു പോകണമെങ്കിൽ ആവശ്യമാണ്. പക്ഷെ ഒരാളോടും ഞങ്ങളെ വിശ്വാസം ദൈവം വളർത്തിയതിനു ശേഷം ഞങ്ങൾ ഒരു മനുഷ്യനോടും വായ്പ മേടിച്ചിട്ടില്ല. ദിവസങ്ങളിൽ വെക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും. അവിടെയുള്ള ദൈവസഭയെ ഒക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവിടെ വിളിച്ചന്വേഷിച്ചവരും കരുതിയവരും ഒക്കെ ഉണ്ട്. അവരോടുള്ള നന്ദിയൊക്കെ ഈ സമയത്ത് ഓർക്കുക. ലാസ്റ്റ് സമയം ആയപ്പോഴത്തേക്കും കർത്താവ് ഒരു ദിവസം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ചെടി മണ്ണിൽ നട്ടെങ്കിൽ മാത്രമേ അതിന് വേരുള്ളൂ, വേരുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വെള്ളവും വളവും അതിനാവശ്യമായ റിസോഴ്സസ് ഉള്ളൂ. പക്ഷെ ഞാൻ നിന്നെ ഈ മണ്ണിൽ നിന്ന് പറിക്കാൻ പോവുക. ഈ മണ്ണിൽ നിന്ന് പറിക്കുമ്പോ നിന്നെ പറിക്കുന്നത് ഞാൻ എന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ നീ ഇരിക്കുന്നിടത്തോളം കാലം നിനക്കുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്, നീ വാടി പോകത്തില്ല. ശരിക്കും മണ്ണിലുണ്ടെങ്കിലാണല്ലോ അത് വാടാതെ നിൽക്കത്തുള്ളൂ. പക്ഷെ നിന്നെ ഞാനാ പറിക്കുന്നത്, ഞാൻ തന്നെ അത് വേറൊരു മണ്ണിൽ കൊണ്ട് നടും. എത്ര സമയം നീ എന്റെ കയ്യിൽ ഇരിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ ഇരിക്കണം, നിനക്ക് വാട്ടം ഉണ്ടാവത്തില്ല. അപ്പൊ അത് കാണിക്കാൻ തുടങ്ങി. ഞാൻ അച്ഛനോട് പ്രാർത്ഥിച്ച ദൈവം നമ്മളെ ഇവിടുന്ന് മാറ്റാൻ സമയമായി തോന്നുന്നു. കർത്താവിന് ഹിതത്തിന് വേണ്ടി സമർപ്പിച്ചു. അപ്പൊ ഒരു സമ്പന്ന രാജ്യമായി UK എന്ന് വരുമ്പോൾ ജോലി ഇല്ലാത്തവരാ. ഞങ്ങൾ പോയിട്ട് 5 വർഷമായി, തിരിച്ചു വരുന്ന സമയമായി. ഇപ്പൊ പേരൻസിനൊക്കെ ഒത്തിരി പ്രയാസമായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞങ്ങൾ വിശ്വാസം പറയുന്നു. അപ്പൊ ജോലിയില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ എന്റെ മമ്മി ആണെങ്കിൽ വീണ സാഹചര്യം ഉണ്ടായി. അവിടെ ഡാഡിയുടെ കാഴ്ച 80% പോയെന്നുള്ള അവസ്ഥ വന്നു. 4 വർഷത്തു നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അസഹനീയമായ ചൊറിച്ചില് അത് ഇങ്ങനെ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. അതുപോലെ പ്രഗ്നന്റ് ആയിരിക്കുന്നു, ജോലിയില്ല, അവിടുത്തെ റെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒത്തിരി ആവശ്യം. 4 വർഷത്തുനിന്നും ഞങ്ങൾക്ക് ദൈവമല്ലാതെ ആശ്രയം വേറെ ആരുമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലും കർത്താവിൽ തന്നെ വിശ്വസിച്ചിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ സാക്ഷ്യം ദൈവം സംസാരിച്ചതൊക്കെ പങ്കുവയ്ക്കും. എന്നിട്ട് ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായി വസിക്കും. അങ്ങനെ പ്രയാസമാണോ ആഴ്ചപ്പ് അങ്ങനെ തന്നെ സാക്ഷ്യം പറയും. ദൈവം നടത്തിയതും സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ബാക്കി പേരൻസിന്റെ സൗഖ്യ കാര്യങ്ങളും, മമ്മി കുറച്ചുനാൾ വിശ്രമിക്കേണ്ടി വന്നെങ്കിലും ഡാഡിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറഞ്ഞത് ദൈവം കാഴ്ച റിസ്റ്റോർ ചെയ്തു. പലപ്പോഴും ഞങ്ങൾക്കുള്ള ഒരു ഫൈറ്റ് ആയിട്ട്, ഞങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, അവസാന ദിവസം ഒരു ദിവസം രാവിലെ സോളിസിറ്ററിന് മെസ്സേജ് വന്നു. മെസ്സേജ് വരുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പോകാനുള്ള സമയം തോന്നുന്നു. അപ്പൊ ദേവസ്ഥലം മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്ന നീ വായിക്ക്. ഞാൻ അതെടുത്ത് വായിച്ചപ്പോ ആ അധ്യായം മൊത്തം വായിച്ചു. ടെൻഷനിലാണ് വായിക്കുന്നത്. രാജ്യം വിട്ടു പോകാന്ന് പറയുമ്പോൾ
അതൊരു വലിയ ഒത്തിരി പേരോടുള്ള ആൻസർ പറയാനുണ്ടല്ലോ. അപ്പൊ അതെടുത്ത് വായിക്കുമ്പോൾ ഞാൻ കാണുന്ന 3 വാക്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇങ്ങനെയുള്ള കൽപ്പന പുറപ്പെട്ടപ്പോൾ അവരകത്തെ കാരാഗൃഹത്തിലായി, അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. അത് ഞങ്ങളുടെ അവസ്ഥ. അന്ന് മുതൽ റൈറ്റ് ടു റെന്റ് ഇല്ല, റൈറ്റ് ടു വർക്ക് ഇല്ല. അന്ന് മുതൽ ഞങ്ങൾക്ക് ജോലിയുള്ള അവകാശമില്ല, വാടകയ്ക്ക് താമസിക്കാനുള്ള അവകാശമില്ല. രണ്ടാമത്തത് വാക്യം ഞാൻ കണ്ടത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം എന്നോടും എന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്ന ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് വീടടക്കം ആനന്ദിച്ചു. വരാൻ പോകുന്ന ഔട്ട്കം. അങ്ങനെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ സഹോദരങ്ങളുടെ അരികിലേക്ക് ദൈവത്തിന്റെ സമയമായപ്പോൾ കടന്നുപോയി. കർത്താവ് സ്വപ്നങ്ങളിലൂടെയൊക്കെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇപ്രകാരം, കർത്താവ് ഈ സമ്പന്ന രാജ്യത്ത് നിന്ന് പോകുമ്പോൾ എന്നെ വെറും കൈയോടെ അയക്കരുത്. അത് വെച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് കർത്താവ് എന്നോട് പറഞ്ഞു, മിസ്രൈമർക്ക് അവരോട് കരുണ തോന്നുമാറാക്കി, അവർ പോയപ്പോൾ വെറും കൈയോടെ പോയില്ല. വചനത്തിലൂടെ ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഞങ്ങളുടെ സഭ ഞങ്ങൾ പോകുന്ന സാഹചര്യത്തിലൊക്കെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സെന്റ് ഓഫിന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവം ഞങ്ങളിലൂടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച കാര്യമൊക്കെ സാക്ഷ്യം പറയാനിടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രയോജനമായിരുന്നു. കാരണം ഞങ്ങള് പോയ അവസ്ഥകളിൽ ഒന്നും ആരോടും കടം മേടിക്കാനോ സങ്കടം കാണിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. കർത്താവ് അതൊക്കെ നോട്ടീസ് ചെയ്യുന്ന ദൈവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിന്റെ കൂടെ സഹതടവുകാരുണ്ട്, സഹതടവുകാരൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പല പ്രശ്നങ്ങളായിരിക്കുന്ന ദൈവസഭയിൽ വരുന്നത്. അപ്പൊ അവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ നന്നായി ചെയ്യുക, നീ എന്നെ നന്നായി റെപ്രസെന്റ് ചെയ്യണം, എല്ലാവരുടെ മുമ്പിലും നീ ദൈവരാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്, അത് നീ ശക്തിയോടെ ചെയ്യണം, അതിലൊരു പോരായ്മ വരത്തില്ല. അപ്പൊ ഒരു പ്രയാസം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ചിന്ത വരും, ഞാൻ വിഷമിച്ചിരുന്ന് പിശാച് സന്തോഷിക്കത്തില്ല, പകരം എന്റെ റെസ്പോൺസസ് വഴി ഞാൻ ദൈവത്തെ ഓണർ ചെയ്യും. അപ്പൊ എന്തിനും ദൈവത്തിന് നന്ദി പറയാൻ കർത്താവ് പഠിപ്പിച്ചൊരു ഇടം അവിടെ. അപ്പം അവസാനമായപ്പോഴത്തേക്കും ഞങ്ങൾ പ്രസിഡന്റിലെ ദൈവസഭയിലേക്ക് അവിടെ കടന്നുപോയി. സഹോദരങ്ങളുടെ കൂടെ ആയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ കർത്താവ് ആ ദൈവസഭയെ ഞങ്ങളെ കരുതുവാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ അവിടെയുള്ള കുടുംബങ്ങളെ ഉപയോഗിച്ചു. അതുപോലെ തിരിച്ചു വന്ന സമയത്ത് അപ്പോഴും ദൈവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. സ്വപ്നങ്ങളോടെയൊക്കെ സംസാരിക്കും. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നതൊക്കെ ആൾക്കാർ. അപ്പൊ ഞാൻ അച്ഛനോട്, നമ്മളൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല, നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ ദൈവം തന്നെ എല്ലാം കരുതും. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴൊക്കെ സ്വപ്നം കാണിച്ചതുപോലെ ഓരോരുത്തർ കടന്നു വന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പോലും പലതും മേടിച്ചു തന്നതായിട്ടുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. തിരിച്ച് നാട്ടിൽ വരുമ്പോഴും കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു, നീ പോകുമ്പോൾ വെറും കൈയോടെ വരത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ദൈവത്തിന്റെ വലിയൊരു കരുതലുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ഫണ്ടിങ് ഒക്കെ ലഭിച്ചിട്ടാണ് ഞങ്ങൾ കടന്നു വരുവാനിടയായത്. അതിന് ദൈവത്തിന് നന്ദി പറയൂ. കർത്താവിന്റെ വിശ്വസ്ത ഒത്തിരി വലുതാ. ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ, ഇവിടെ തുടർന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ജോലിയായിട്ട് മാത്രം ഇരുന്നുവെങ്കിൽ, ജോലി ലഭിച്ച നല്ല ശമ്പളത്തോടെ എനിക്ക് ജോലി ചെയ്യാം. പക്ഷെ ജോലി ആയിരുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് ഇത്രമാത്രം രുചിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരു കേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ട് രുചിക്കുന്നതും എടുത്ത് കഴിച്ച് രുചിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്നെ പഠിപ്പിച്ചത് അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തി ഞങ്ങൾ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ സന്തോഷത്തോടെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പേരൻസിനോട് കമ്മിറ്റ്മെന്റ്, മറ്റുള്ളവരുടെ വ്യക്തിത്വങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതണം. ഈ നിമിഷം വരെയും ഞങ്ങളിപ്പോ രണ്ട് മാസത്തോളമായി വന്നിട്ട് ആരോടും വായ്പ മേടിക്കാതെ കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നു. നമ്മുടെ സോഴ്സ് ദൈവമാണെങ്കിൽ എന്നും നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ ജോലിയാണ് സോഴ്സ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ജോലി എന്ന് നിൽക്കുന്നോ അന്ന് നമ്മുടെ പ്രൊവിഷൻ നിൽക്കും. ഞങ്ങളുടെ സോഴ്സ് എന്നും ദൈവമായതുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് പ്രൊവിഷൻ ഉണ്ട്. അതാണ് എന്റെ സാക്ഷ്യം. എത്രത്തോളം നടത്തി എല്ലാറ്റിനും നന്ദി പറഞ്ഞ അവസരം തന്ന ദേവദാസിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങൾ കരുതിയ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവമേ, തന്ന അവസരത്തിനായ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ വലിയ കരുതലുകൾക്കുമായി സ്തോത്രം. കർത്താവ് നടത്തിയ വിശ്വസ്തതയ്ക്കായ സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ ആകാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായോ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രയാസത്തിൽ അവരായിരിക്കുന്നെങ്കിൽ ആ വിഷയങ്ങളുടെ ഇടയിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാണ്. കർത്താവ് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും നിരാശയിലോ ഭാരത്തിലോ വേദനയിലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി നീക്കുപോക്ക് നൽകുന്നതിനാൽ സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കി എന്ന് കേൾക്കുന്നത് പോലെ വരുന്ന ദിവസങ്ങളിലൊക്കെയും പിന്നെയും സാക്ഷ്യങ്ങൾ ഉളവാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തയ്ക്കായ സ്തോത്രം. എല്ലാ മഹത്വമാനും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. 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 താങ്ക് യു പ്രിയ പ്രൈസി സിസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ആ വ്യക്തിയെ ദൈവം അയക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായ വിധങ്ങൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിലും തികച്ചും വ്യത്യസ്തമാണ്. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക്
മാത്രമേ ആ ദൈവീയ കരുതലുകൾ, ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. കാഴ്ചക്കാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എന്ന്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാകുകയും ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു ഉപകരണമായി, ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി നാം പ്രയോജനപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് ഓരോ കാര്യവും അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യുന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടാകുകയും ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ അവസരങ്ങൾ കർത്താവ് ഒരുക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരു ദൈവവൈതലാണെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരും, ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരും, ദൈവത്തിന്റെ അംബാസഡേഴ്സായി, പ്രതിപുരുഷന്മാരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്, അത് വിസ്മരിക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കേണ്ടുന്ന ചില ആപ്റ്റായ സ്പേസുകളുണ്ട്. അവിടെ മാത്രമേ ദൈവം നമ്മളെ ഫിക്സ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസിയുടെ ജീവിതത്തിലെ, കുടുംബത്തില് കടന്നു പോയ ജീവിത അനുഭവങ്ങൾ അതിൽ നിന്നൊക്കെ, സാധാരണയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഒരു ദൈവദാസന്റെ മകൾ എന്ന നിലയിൽ, ഒരു പാഴ്സനേജിൽ വളർന്നു വന്ന ഒരു മകൾ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായി ബേസിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ചതായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒത്തിരി എക്സ്പീരിയൻസുകളാണ്. അത് ഏത് സാഹചര്യത്തിൽ എവിടെ പോയാലും, സാധാരണ നമ്മളൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ കർത്താവ് ഇതുവരെ നിങ്ങളെ സഹായിച്ചു. ദൈവം നമ്മളെ ആദരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ചെറുപ്പം മുതൽ തന്നെ ഭയം എന്ന് പറയുന്ന ഒന്ന് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഭയത്തെ പുറത്താക്കി കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ വന്ന് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സമർപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് പിൻനിരയിൽ നിന്ന് മുൻനിരയിൽ കൊണ്ടുവന്ന് ആദരിക്കുവാൻ അനവധി സന്ദർഭങ്ങളിൽ ദൈവം ഇടയാക്കിയല്ലോ. അതെ, ആ ദൈവം കൂടെയുണ്ട്. എവിടെ അയക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ദൈവം മുന്നമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ബാല്യകാലം, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, പ്രവർത്തന മണ്ഡലങ്ങൾ ഒക്കെ ദൈവം വളരെ അനുഗ്രഹമാക്കി തന്നു. ഇനിയും ദൈവം ശക്തമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അയക്കുന്ന ഇടത്ത്, കർത്താവ് ആക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രൈസിയുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവര് മൂവരും കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി എത്രയും പെട്ടെന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരികയും അതുപോലെ നിങ്ങളുടെ ജീവിതം ബ്രൈറ്റ് ഫ്യൂച്ചറായി, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായ നല്ല ദിനങ്ങൾക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഇത്രത്തോളം സമയം, വിലപ്പെട്ട സമയം വേർതിരിച്ച് അനുഗ്രഹീതമായ വിലയേറിയ സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസി സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, അതുപോലെ സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.